بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരന്മാരെ, ഇന്ന് ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ വലിയ കാര്യഗൗരവമായൊരു വിഷയം അഥവാ നബിദിനം. നമ്മുടെ സഹോദരൻ പറയുന്ന നബിദിനം ഷറയിൽ മസ്മൂമായ അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടാത്ത ഒരു ബിദ്അത്തല്ല എന്നാണ് നമ്മുടെ സഹോദരന്റെ വാദം. എന്റെ വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ്, ഷറയിൽ ബിദ്അത്താണ്, അതിനാൽ അത് ആക്ഷേപിക്കപ്പെടേണ്ടതാണ് എന്നതാണ് എന്റെ വാദം. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യും. ഇപ്പോ എന്റെ ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബിദ്അത്തിൻ ളലാൽ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബിദ്അത്ത് എന്താണ്, ഇപ്പൊ ഷറയിൽ ബിദ്അത്ത് എന്താണ് അതിന്റെ നിർവചനം എന്നതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. ഷറയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, അതിന്റെ നിർവചനം എന്താണ് എന്നതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. എന്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഷറയിൽ ആക്ഷേപിക്കപ്പെടാത്ത ബിദ്അത്തല്ല എന്നാണ് നമ്മുടെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. ഷറയിൽ ആക്ഷേപിക്കപ്പെടാത്ത ബിദ്അത്തെന്നോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടുന്ന ബിദ്അത്തെന്നോ എന്നുള്ള വേർതിരിവുണ്ടോ, അതോ ഷറയിൽ വെറും മസ്മൂമായ ബിദ്അത്ത് മാത്രമാണോ, എന്താണ് നിങ്ങളുടെ വാദം എന്നുള്ളത് വ്യക്തമായി തന്നെ അജ്മൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്പെടും. പിന്നെ ഇൻഷാ അല്ലാഹ് അപ്പൊ എന്താണ് ഈ ബിദ്അത്ത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അത് എളുപ്പമായിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാ ലീ സിവാക വലാ അൽവി അലാ അഹദി. ഒന്നാമത്തെ ചോദ്യം ബിദ്അത്ത് എന്താണ് എന്നാണ്. അതിൻ്റെ നിർവചനം പറയാനാണ് പറഞ്ഞത്. ഒന്ന്, അത് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കൊടുത്ത ഖൗല് അൽ-ഹാവിലിൽ ഫതാവയിലെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുണ്ട്. അൽ മുഹദ്ദസാത്തുൽ അർബാനി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഒന്നുകിൽ കിതാബിനോ സുന്നത്തിനോ അസറിനോ ഇജ്മാഇനോ എതിരായാൽ അതാണ് വലാലത്തായ ബിദ്അത്ത്. ഞാൻ മേലെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനെക്കുറിച്ചാണ് മദ്മൂമായ ബിദ്അത്ത് എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഒന്നാമത്തെ ചോദ്യത്തിന് അതാണ് മറുപടി. രണ്ടാമത്തെ ചോദ്യവും ഇതുമായിട്ട് വലിയൊരു വ്യത്യാസം ഒന്നും കാണുന്നില്ല. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല. രണ്ടാമത്തെ ചോദ്യവും ഇതേ ചോദ്യം തന്നെയാണ്, ചെറിയ എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നു. ഈ ശറഇൽ രണ്ട് ജാതി ബിദ്അത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. ഒന്ന്, ഞങ്ങൾ ഈ കൊടുത്ത ഇബാറത്ത് തന്നെ കിട്ടും, രണ്ട് ജാതിയിലെ ബിദ്അത്ത് രണ്ട് ജാതിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ മുമ്പിട്ടൊരു കമൻറ്റിലുണ്ട് ശറഇൽ ആ ഷാഫി ഇമാമൊക്കെ പറഞ്ഞില്ലേ, അതന്നാണ് ഈ പറഞ്ഞത്, ആ ഹസനായ ബിദ്അത്ത് എന്നൊക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ പ്രശ്നമില്ലാത്തത് എന്നൊക്കെ പറഞ്ഞത് ശർഈയായ ബിദ്അത്തല്ല, അത് ലുഗവിയായ ബിദ്അത്താണെന്ന് മുമ്പ് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ്, ശർഇൽ ഒരു വിഷയം ബിദ്അത്താണ് എന്ന് വന്നാൽ, ശർഇൽ ഒരു വിഷയം മദ്മൂമായ ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ അത് ആണ് ശർഇൽ ബിദ്അത്ത് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മറുപടി അറിയാം ഇത് കേട്ടിട്ട്. നിങ്ങൾക്ക് ഇനി അടുത്ത ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്, ഷറയിൽ എന്തായാലും ആകെ ഒരു ബിദ്അത്ത് മാത്രമേ ഉള്ളൂ. എന്താണ്, എല്ലാ ബിദ്അത്തുകളും കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിദ്അത്ത് ഷറയിൽ ഒരൊറ്റ ബിദ്അത്ത് മാത്രമേ ഉള്ളൂ. നല്ല ബിദ്അത്തോ ചീത്ത ബിദ്അത്തില്ല, എല്ലാതും എന്താണ്, വഴികേടാണ്, എല്ലാം നരകത്തിലേക്കാണ് എന്നുള്ളതാണ് ഞാനും നിങ്ങളും അംഗീകരിക്കും. പിന്നെ നിങ്ങൾ പറയുന്ന ബിദ്അത്ത് ഹസന എന്ന് പറയുന്നു, ഞങ്ങൾ ബിദ്അത്ത് ലുഗവിയാണെന്ന് പറയുന്നു. ഇപ്പോ ഒരു തസ്മിയത്തിലല്ലോ കാര്യം വിഷയം എടുക്കുന്നത്. ഇവിടെ വിഷയം എന്താണ്, വിഷയം ആ കാര്യം മനസ്സിലാകുന്ന രീതിയിലാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്നു ബിദ്അത്ത് രണ്ട് നിലക്കുണ്ട്, കിതാബിനെയും സുന്നത്തിനെയും അസറിനും ഇജ്മാഇനും എതിരാവുന്നതും എതിരാവാത്തതും എന്ന് പറഞ്ഞു. അതൊന്നും ബിദ്അത്തിന്റെ തഅരീഫ് അല്ല.
ബിദഅത്ത് ഇപ്പൊ ഒരു കാര്യം രണ്ട് തിരക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും എന്തല്ല ആ നിലക്ക് വരുന്ന ആ കാര്യത്തിന്റെ തഅരീഫായിട്ട് ഒരിക്കലും വരില്ല. അതുകൊണ്ട് ചോദ്യം വീണ്ടും എന്താണ് ബിദഅത്ത്? ഇപ്പൊ ശറയിൽ എന്തായാലും മസ്മൂമായ ബിദഅത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ള നമ്മുടെ സഹോദരൻ മനസ്സിലാക്കിയ രീതിയിലും അതുപോലെ തന്നെ ആ രീതിയിൽ പറഞ്ഞതിനനുസരിച്ചിട്ട് ഈ ബിദഅത്ത് മസ്മൂമായ ബിദഅത്തിന്റെ നിർവചനം എന്താണ് എന്നുള്ളത് പ്രാമാണികമായി നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് കേവലം എന്താണ്? അതിന്റെ വിഭാഗീയത മാത്രമാണ്. ഒന്ന് ശറയിലെ ബിദഅത്തും ഒന്ന് എന്താണ് ലഗവിയായ ബിദഅത്തും. അപ്പൊ ഈ ശറയിലായ ബിദഅത്ത് എന്താണ്, എങ്ങനെയാണ് അത് വേർതിരിയുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ, എന്തൊക്കെയാണ് അത് പുറത്തു പോകുന്നത്, എന്തൊക്കെയാണ് അതിലകത്ത് വരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബിദഅത്തിന്റെ നിർവചനം പ്രാമാണികമായിട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യത്തിന് എന്ത് ചെയ്യണം? നിങ്ങൾ കൊണ്ടുവരണം. ഒരു കാര്യം മനസ്സിലായി. ഇപ്പോ ബിദഅത്ത് ഇവിടെ മഹ്മൂദ് അല്ലെങ്കിൽ നല്ലത് എന്നുള്ള പ്രയോഗിച്ചത് ഇമാം ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി പറയുന്ന പോലെ വഅമ്മാ മാ വഖഅ ഫീ കലാമി സലഫി മിനൽ ഇസ്തിഹ്സാനി ബഅദൽ ബിദ്അ. എന്താ ചില സലഫു സാലിഹ്യങ്ങളായ പണ്ഡിതന്മാർ ഇസ്തിഹ്സാൻ എന്ന പ്രയോഗം ബിദ്അത്തിന് പകരം പ്രയോഗിച്ചിരിക്കുന്നു. ഫഇന്നമാ ദാലിക ഫിൽ ബിദ്അഇൽ ലുഗവി അല ശർഇയ്യ. അത് ഭാഷാപരമായിട്ടുള്ള ബിദ്അത്താണ്, ശരീഅത്തിന്റെ ബിദ്അത്തല്ല എന്നാണ് ഇവിടെ ഞാനും നിങ്ങളൊക്കെ അംഗീകരിക്കുന്നത്. എങ്കിൽ ഈ പറയുന്ന ഈ ശറഈൽ ആ ബിദ്അത്ത് അതിന്റെ നിർവചനം നിങ്ങൾ കൊണ്ടുവരണം. അത് കേവലം ഒരു കാര്യത്തിന് എതിരാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ നിർവചനമാകുന്നില്ല. അപ്പൊ എന്താണ് ആ ബിദ്അത്തിന്റെ നിർവചനം എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. രണ്ടാമത് ഇൻഷാ അല്ലാഹ് ഈ ചോദ്യം ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ചോദ്യം ചോദിക്കാം. സുഹേൽക്ക പറഞ്ഞത് എന്താപ്പോ? ഇത് നിർവചനായിട്ടില്ല. എന്തുകൊണ്ട് നിർവചനായിട്ടില്ല? ഒരു വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും വിഭാഗിച്ചിട്ടേ ഉള്ളൂ. ചങ്ങായോ, അത് തന്നെയാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. നിർവചനം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ജാമ്യവും മാന്യവും ഇതിൽ പെടുന്നൊക്കെ അങ്ങോട്ട് കൂട്ടുക, ഇതിൽ പെടാത്ത അങ്ങോട്ട് മാറ്റി നിർത്തി വിഭാഗീയ ഉണ്ടാക്കുക. അതിന്റെ പേര് തന്നെയാണ് തഅരീഫ്. ജമുൽ ജവാമിയിൽ എടുത്ത് നോക്ക്, അതിൽ കാണാം ജാമ്യവും മാന്യവും ആണ്. ഹദ്ദിന്റെ ഹദ് എന്താണെന്ന് ജമുൽ ജവാമി പറഞ്ഞിട്ടുണ്ട്. സുബിക്കി ഇമാം എടുത്ത് നോക്കിക്കോ. ഇത് ജാമ്യമാണ് മാന്യമാണ് അല്ലേ? എന്തെങ്കിലും എന്താ കുറവ്? ഇതിന് മുഹ്ദസായ മദ്മൂമായ ബിദ്അത്ത് എന്താണ് എന്നുള്ളത് ശരിക്കും വേർതിരിച്ച് തരുന്നുണ്ട്. ഇതിൽ പെടാത്തത് എന്താണ് എന്നുള്ളത് അതും വേർതിരിച്ച് തരുന്നുണ്ട്. ഇത് ജാമ്യവും മാന്യവും അല്ലേ? അപ്പൊ പിന്നെ അത് തഅരീഫായി. പിന്നെ തഅരീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അത് എന്നാലൊന്ന് പറയും. എന്തുകൊണ്ട് തഅരീഫ് അല്ല? ഇത് തഅരീഫ് തന്നെയാണ്. അല്ലാന്ന് പറഞ്ഞത് കൊണ്ട് അല്ലാണ്ടിക്കൂല കേട്ടോ. കാരണം എന്തേ? കിതാബിനോ സുന്നത്തിനോ അസറിനോ ഇജ്മാഇനോ എതിരായാൽ അത് മദ്മൂമായ ബിദ്അത്താണ് എന്നറിയുമ്പോ ഒക്കെ റെഡിയായില്ലേ? എനക്കത് സമ്മതിക്കാൻ മടിയുണ്ടെന്ന് വെച്ചിട്ട് ഇത് തഅരീഫ് അല്ലാണ്ട് തഅരീഫ് തന്നെയാണ്. തഅരീഫ് ആണെങ്കിൽ ഞാനിത് പറയുന്നത് തഅരീഫാണ് ട്ടോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പറയണം എന്നില്ല. അങ്ങനെ ഒരു നിബന്ധന ഇല്ല. പിന്നെന്തേ? തഅരീഫ് ആകാൻ ജാമ്യവും മാന്യവും അയച്ചാൽ മതി. കിതാബിനോ സുന്നത്തിനോ ഇജ്മാഇനോ അസറിനോ ഒക്കെ എതിരായതാണോ അത് മദ്മൂമായ ബിദ്അത്താണ് അല്ലേ? അതിനെ കുറിച്ച് അങ്ങനെ മദ്മൂമായ ബിദ്അത്ത് എന്ന് പറയാൻ പറ്റൂല. ഇത് ജാമ്യമാണ് മാന്യവും ആണ്. അതിനോണ്ട് ആ കളി നടക്കൂല. ഇത് ശരിയാണ്, ഇത് തഅരീഫാണ്, ഇത് ശരിയാണ്. എന്തുകൊണ്ടല്ല? തഅരീഫ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാണ്ടിക്കൂല. ഇപ്പം എനിക്കും പറഞ്ഞൂടെ ഇത് തഅരീഫാണ്, എനിക്കും പറഞ്ഞൂടെ? ഞാൻ വിഷയം ശരിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് തഅരീഫ് തന്നെയാണ്. രണ്ട് വിഷയത്തെയും മാറ്റി തീർത്തി കാണിച്ചിട്ടുണ്ട്. പിന്നെ വിഭാഗീയത ഉണ്ടാക്കുകയാണ്, അത് തഅരീഫ് അല്ല. വിഭാഗീയത ഉണ്ടാക്കണം, അതിന്റെ പേരെന്നാ തഅരീഫ് കേട്ടോ. അതിന്റെ മാനദണ്ഡം പറയാ, അതെന്നാ തഅരീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അല്ല എന്ന് പറഞ്ഞത് ശരിയല്ല, ആണ്. ഇത് തഅരീഫാണ്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ചോദിച്ചു, തഅരീഫാണ് ചോദിച്ചത്. തഅരീഫാണ് ഞാൻ പറഞ്ഞത്. തഅരീഫാണ് ഇനി വേറൊരാളെ അതിന്റെ മുമ്പ് കൂട്ടിച്ചേർത്താൽ തഅരീഫാവും എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് തഅരീഫ് തന്നെയാണ്, തഅരീഫാണ്, ജാമിയാണ്, മാനിയാണ്. സുന്നത്തിനോ ഖുർആനോ അസറിനോ ഒക്കെ എതിരാകുകയാണെങ്കിൽ അത് മദ്മൂമാണ് അല്ലേ? എന്നാ പിന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തി മദ്മൂമായത് ഇങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്, അല്ലാത്തത് പുറന്തള്ളിയിട്ടുണ്ട്. ഇത് ജാമ്യവും മാന്യവുമായി. അതുകൊണ്ട് തന്നെ ഇത് തഅരീഫ് ആണ്. ഇനി മറുപടി പറഞ്ഞോളൂ. 3 മിനിറ്റ് ആയല്ലോ. ആണ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞാലോ അല്ലെങ്കിൽ ഈ ഇബാറത്ത് മുഴുവൻ വായിച്ചാലോ എന്താവുന്നില്ല? നിങ്ങൾ പറയുന്ന ചോദ്യത്തിന് ഉത്തരം ആവുന്നില്ല. പിന്നെ എന്നോട് മറുപടി പറയാം. ഞാൻ മറുപടി പറയേണ്ട സമയമായിട്ടില്ലല്ലോ എന്റെ അജ്മൽ മോനെ.
അജ്മോന് ഈ സമയം എന്നോട് ആദ്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, അജുൽ പറഞ്ഞു ഇന്ന് ആദ്യം എന്റെ ഭാഗം ചോദിക്കും, നീ ഉത്തരം പറയുന്നല്ല. അപ്പൊ എന്നോട് മറുപടി പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോളൂ, ആ ചോദിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. നിങ്ങൾ ഇവിടെ പറഞ്ഞു ഇത് താരീഫാണെന്നുള്ളത് ആര്? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പറഞ്ഞു ഇത് ബിദ്അത്തിന്റെ താരീഫാണെന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് ഇപ്പൊ ഷിർക്കിന് രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേർതിരിക്കാം. ഉദാഹരണത്തിന് ഷിർക്കുൻ അക്ബറും അതുപോലെ ഷിർക്കുൻ അസ്ഗറും. ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്നത്, മറ്റൊരു മില്ലത്തിൽ നിന്ന് പുറത്തു പോയില്ല, പക്ഷെ ആ അമല് മാത്രം എന്താവും, ബാത്തിലാകും എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അക്ബറിന്റെയും ഷിർക്കുൻ അസ്ഗറിന്റെയും താരീഫായോ ഇല്ല. മാത്രമല്ല ഇൻഷാ അല്ലാഹ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പണ്ഡിതന്മാർ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയും അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരിൽ നിന്നും തന്നെ അവർ ഉദ്ധരിക്കുന്ന ആ ഫത്വകളിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ഇബാദത്തുകളിൽ നിന്നും നിങ്ങൾ ഈ പറയുന്നത് എന്നല്ല, നിങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് എതിരായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യം, ഇവിടെ നബിദിനം എന്ന് പറയുന്ന ഇബാദത്ത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പുണ്യം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സമ്പ്രദായം ആണോ അല്ലേ? അതോ അള്ളാഹുവിലേക്ക് തഖർറുബ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യം ആണോ അല്ലേ? ഇതിന് എന്ത് ചെയ്യണം, നിങ്ങൾ ഉത്തരം പറയണം. അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയത്? ഇനി അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അള്ളാഹു അടുപ്പിക്കുമ്പോ എന്തെങ്കിലും ഷറയിലുള്ള പ്രത്യേകമായ കാരണങ്ങളോ അല്ലെങ്കിൽ ഷറയിലെ സമയങ്ങളോ അല്ലെങ്കിൽ ഷറയിൽ ഉദ്ധരിച്ചിട്ടുള്ള രൂപങ്ങളോ ഒക്കെ ആവശ്യം ഉണ്ടോ ഇല്ലേ? മനസ്സിലായി എന്റെ ചോദ്യം? എന്റെ ചോദ്യം കഴിഞ്ഞാൽ ഇപ്പോ ഈ നബിദിനം എന്ന് പറയുന്ന സമ്പ്രദായം അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമാണോ അല്ലേ? ഇനി അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കാരണമാണെങ്കിൽ അതിന് പ്രത്യേകമായ കാരണങ്ങളും സമയങ്ങളും രൂപങ്ങളും ഒക്കെ നിശ്ചയിച്ചു കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യമാണോ അല്ലേ? അതോ അങ്ങനെ ആവശ്യമില്ല എന്നാണോ നിങ്ങളുടെ വാദം? എങ്കിൽ അത് തുറന്നു പറയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അപ്പോൾ വ്യക്തമായി തന്നെ നിങ്ങൾ ഈ കൊടുത്ത ആ കാര്യത്തിൽ നിന്നോ നിർവചനമല്ല, ഒരിക്കലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി കൊണ്ടുവന്ന നിർവചനമല്ല. ആ കാര്യം നിങ്ങൾ ഈ പറയുന്നതിൽ നിന്നൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയ തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ബിദ്അത്ത് എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായി തന്നെ ഈ ചോദ്യങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഈ പറയപ്പെടുന്ന ആ നബിദിനം അത് അള്ളാഹുലേക്ക് തഖർറുബ് അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമാണോ? ഉണ്ടെങ്കിൽ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ പ്രത്യേകമായ കാരണങ്ങളോ സമയങ്ങളോ രൂപങ്ങളോ ഒക്കെ നിശ്ചയിക്കാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ? ഇതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യമൊക്കെ ഓക്കെ. അതിന്റെ മുമ്പ് ഇത് നിർവചനം അല്ല എന്ന് തന്നെ പിന്നെയും പറഞ്ഞു. അല്ല നിർവചനം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, വായ ഉണ്ടാക്കുമ്പോൾ വായ നടുമ്പോൾ കൂടം മാടി അട്ടുണ്ടാക്കുന്ന സാധന മൗലവി ആണോ? അല്ല വായും മൂളയൊക്കെ ആണെങ്കിൽ അങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണൊക്കെ. ഇത് തൈരീഫ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താ എല്ലാം ഇത് തൈരീഫ് എന്ന് വെച്ചാൽ ശക്തി വിശദീകരിച്ച് മോൻ എന്നതാണ് ഇട്ട് ഒന്നാൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മദ്മൂമായി, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നതുമായി എന്ന് വ്യക്തമായിട്ട് പറയുന്നിട്ട് അത് തൈരീഫ് അല്ലോ അല്ലേ? പിന്നെ എന്തേതാ തൈരീഫ് എന്ന് പറഞ്ഞാല്? തൈരീഫ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഇപ്പൊ എന്റെ മുമ്പ് കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ട് ഇതാണോ? എന്നാ പിന്നെ ഇത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇത് തൈരീഫ് ആയിക്കോട്ടെ. ഇത് മറ്റേ കാണിച്ചു തന്നിട്ട് ഇത് തൈരീഫ് അല്ലേ, എന്നാ പിന്നെ ഇത് അല്ലാന്ന് വെക്കുക. ഇങ്ങനെ സമ്പ്രദായം ഉണ്ടോ? അതിനാളെ കിട്ടൂല. അതിന് തൽക്കാലം ഇവിടെ നടക്കൂല. ഇത് തൈരീഫാണ്. എന്തുകൊണ്ട്? ഇത് കൃത്യമായിട്ട് പറഞ്ഞു തന്നില്ലേ? തൈരീഫ് എന്ന് പറഞ്ഞാൽ എന്തേതിനാ തൈരീഫ് എന്ന് പറഞ്ഞാൽ ഈ കോട്ടി കളിക്കുമ്പോൾ ഉണ്ടാക്കിയ സാധനമല്ല, അപ്പൊ കളിക്കാൻ ഉണ്ടാക്കിയ സംഭവമല്ല. രണ്ട് സാധനങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ചറിയുന്ന മാനദണ്ഡ ജാമ്യവും മാന്യമായിട്ട് പറയാ. അതിന്റെ പേരാണ് തൈരീഫ് എന്ന്. കേട്ടോ? ഇതിലുണ്ടല്ലേ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല എന്ന് പറയും. എന്തുകൊണ്ടില്ല? എനിക്ക് രണ്ട് മദ്മൂമും എല്ലാത്തും തമ്മിൽ വേർതിരിച്ചറിയുന്ന മാനദണ്ഡം ഞാൻ കൊടുത്ത ഇബാറത്തിൽ ഇല്ലേ? സുഹേൽക്ക? പിന്നെ എന്തുകൊണ്ട് തൈരീഫ് അല്ല? തൈരീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സീല് വാങ്ങണമെന്ന് വെച്ചാൽ അതിന് നടക്കൂല. തൈരീഫ് എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ പഠിപ്പിച്ചൊന്നുണ്ട്. ഹദ്ദുൽ ഹദ് എന്ന് പറഞ്ഞാൽ എന്താണ് ജമ്മൽ ജമാമിലുണ്ട്? ജാമ്യാകണം, മാനിയാകണം. നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം തന്നെ നിങ്ങൾ കൂടിയം കൊണ്ടാണ് അയ്മൽ ഇങ്ങനെ ഇത് അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ല എന്നറിയാം. എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ അവസരം കൂടി ഇതിനെ എടുക്കുന്നത്. ഇതായിട്ടുണ്ട്, തൈരീഫ് ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, ഒരു വിഷയം തഖർറുബ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചോദിച്ചത്? ഒരു ഓർഡറില്ലാണ്ട് ചോദിച്ചത്. ഏതായാലും രണ്ടാമത്തെ ഞാൻ രണ്ടാമത് മൂപ്പര് ചോദിച്ചത് എന്താ? അല്ല ഇത് തഖർറുബാണെങ്കിൽ പ്രത്യേക നിങ്ങൾ തഖർറുബിനാണോ ചെയ്യുന്നത്?
തഖറുബിന് എന്ന് പറഞ്ഞാൽ എവിടെ എത്തുമെന്ന് അറിയോ മൗലവി? ഇപ്പം നമ്മളെ ഇതിപ്പോൾ ചോദ്യം തന്നെ വിഷയത്തിൽ നിന്ന് പുറത്താ. കാരണം എന്തേ, നമ്മളിപ്പോൾ ബിദിയത്താണ് ബിദിയത്തല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ബിദിയത്തല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഇത് തഖറുബ് ആണോ അല്ലേ. അടുത്ത വ്യവസ്ഥ ഇരിക്കോ, അടുത്ത വ്യവസ്ഥയിൽ ചർച്ച ചെയ്യേണ്ട. എന്നാലും ഞാൻ പറയാ, ഇത് ചോദ്യത്തിൻ്റെ ഇപ്പോൾ വ്യവസ്ഥ തന്നെ പുറത്താണ്. തഖറുബാണ് അല്ലാന്ന് തിരിഞ്ഞില്ലെങ്കിൽ ഈ ബിദിയത്താണോ എല്ലാം തിരിയോ? അത് രണ്ടാമത് ചർച്ച ചെയ്യേണ്ടത്. ബിദിയത്തല്ലാന്ന് ആദ്യം വന്നതിന്റെ ശേഷം ചർച്ച ചെയ്യേണ്ടതാണ്. തഖറുബാണെന്ന് പറഞ്ഞാൽ ഇത് കിട്ടും, പക്ഷെ അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല, അത് ഇതല്ല എന്നുള്ളത് തെളിയിച്ചാൽ തന്നെ മതി. അപ്പൊ അതുകൊണ്ട് തഖറുബിന് പിന്നെ എത്ര പ്രത്യേക സമയം പറ്റുമെന്നാ? എന്താ ഒരാൾക്ക് സ്വലാത്തല്ലേ തഖറുബാ? എന്താ ഞാൻ വൈകുന്നേരം അല്ലേ, എന്താ പ്രശ്നം? 7 മണിക്കല്ലേ, എന്താ പ്രശ്നം? 8 മണിക്കല്ലേ, എന്താ പ്രശ്നം? ഏത് സമയത്തല്ലേ, എന്താ പ്രശ്നം? അതൊന്നും ഒരു കുഴപ്പമൊന്നുമല്ല. നമ്മൾ സഹോദരൻ എന്തൊക്കെ കുറെ ഡയലോഗുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആ രീതിയിലുള്ള പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അഭിപ്രായങ്ങളൊന്നും കേൾക്കാനൊന്നും നമുക്ക് സമയമില്ല. എന്നിരുന്നാലും ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നെന്നുള്ളത് ഇബ്നു കസീർ റഹ്മഹുല്ലാ മാലിക് മുദഫർ എന്ന് പറയുന്ന ആളുടെ ആ ചരിത്രം വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്. എന്താ അത് പറയുന്നറിയോ? അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഉദ്ദേശം എന്തെന്നറിയോ? ഇദ്ദേഹം അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നബിദിനം എന്ന പരിപാടി അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നുള്ളത് കൊണ്ടുവന്നത്. ഇനിയിപ്പോ നിങ്ങൾ കൊണ്ടുവന്ന ഇബാറത്ത്, ഈ ഇബാറത്തിൽ ഇത് നിർവചനം എന്ന് പറയുന്നു. നിങ്ങൾ ഇത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കിതാബിന് എതിരാണോ, സുന്നത്തിനെതിരാണോ, ഇജ്മാനെതിരാണോ, ഖിയാസിനെതിരാണോ എന്ന് നിങ്ങളുടെ ജാമിമാനിയമായ ആ നിർവചനത്തിൽ അത് ഉൾപ്പെടുമോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചത്. നിങ്ങൾ പറയുന്നത് നിർവചനമാണ്. ആര് പറഞ്ഞത് നിർവചനമാണെന്ന്? നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇത് നിർവചനമാണെന്ന് പറഞ്ഞോ? ഇത് ബിദ്അത്തിന്റെ താരീഫാണെന്ന് പറഞ്ഞോ? ആ രീതിയിൽ ആരെയും പഠിപ്പിച്ചു? ഒരിക്കലുമില്ല. ഇത് നിങ്ങളുടെ വക, നിങ്ങൾ പറയുന്നു എന്ന് മാത്രം. ജാമി മാനിയാണെന്നുള്ള ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കാം. ഇവിടെ ഈ പറയപ്പെടുന്ന നബിദിനം, ഈ നബിദിനം അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുദഫർ രാജാവ് തുടങ്ങി വെച്ചിരുന്നത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു. ഇനി ഇമാം ഷാഫിയിൽ നിന്ന് തന്നെ നോക്കാം. നിങ്ങൾ ഈ പറയുന്ന പ്രകാരം എല്ലാം ഉൾക്കൊണ്ടുവെങ്കിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇപ്പൊ ഉദാഹരണം ഒരാൾ തവാഫ് ചെയ്യണം. തവാഫ് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും പോയി തൊടുന്നത് ചില ആളുകൾ കാണുന്നുണ്ട്. എല്ലാ ചുമരുകളും എല്ലാ ആ തൂണുകളും പോയിട്ട് എന്ത് ചെയ്യലുണ്ട്? അവർ തൊടാറുണ്ട്. എന്നാൽ നമ്മൾക്ക് എന്താണ് ആകെ രണ്ട് തൂണുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ? ഷറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളൂ. മറ്റത് തൊടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പറഞ്ഞിട്ടില്ല. അതിന് വ്യക്തമായി തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നു, വലാകിന്ന നത്തബിഉ സുന്നത ഫിഅലൻ ഔ തർക്കൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തുവോ അത് നമ്മൾ ഇത്തിബാ ചെയ്യുന്നു. ഫിഅലൻ ഔ തർക്കൻ, എന്ത് ചെയ്തോ നമ്മൾ അതിന് പിൻപറ്റുന്നു. എന്ത് ചെയ്യാതിരുന്നോ ആ ചെയ്യാതിരിക്കലും നമ്മൾ പിൻപറ്റുന്നു. എന്ത് ചെയ്തോ അത് പിൻപറ്റുന്നു, എന്ത് ചെയ്യാതിരുന്നോ അത് പിൻപറ്റുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 തൂണുകളും എന്ത് ചെയ്തിട്ടില്ല? തൊട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തൊടുന്നില്ല. ഇനി പറ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ എവിടെയാണ് ഇപ്പൊ നിങ്ങൾ ഈ കൊണ്ടുവന്ന ആ ഇബാറത്തിൽ എവിടെയാണ് ഇവിടെ ഒരു കാര്യം അത് എന്താ ഖുർആനിനോ സുന്നത്തിനോ ഇജ്മാഇനോ ഖിയാസിനോ എതിരാവുന്നില്ല, ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ ഒരു പ്രവർത്തനം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിശദീകരിക്കണം. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ചോദ്യമാണ് എന്റെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മൂപ്പരിപ്പോ തൂണും തൊട്ട് കളിക്കുകയാണ്. തൂണും തൊട്ടുള്ളത് അടുത്ത വ്യവസ്ഥ എഴുതിയോടി മൗലവി. തൂണ് തൊടുന്ന എന്തുകൊണ്ട് ആയിന്നല്ലേ? എന്തുകൊണ്ടതായി? എന്തുകൊണ്ടായി ഇങ്ങനെ ആയില്ല? ഒക്കെ ഞമ്മക്ക് പറയാം ഇൻഷാ അല്ലാഹ്. പിന്നെ അതൊക്കെ നമുക്ക് പറയാം. നബിദിനത്തിന്റെ ആദ്യം പറയും എന്തുകൊണ്ട് നിർവചനമല്ല, പിന്നെയും പറയുന്നുണ്ട് മൂപ്പര് നിർവചനമല്ല എന്ന് പറഞ്ഞ വിടൂരങ്ങൾ. ഒന്നാമത്തെ ചോദ്യത്തിന് ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി നിങ്ങൾ തൈരീഫാണ് ചോദിച്ചത്, തൈരീഫ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെ കൊണ്ട് മറുപടി അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മറുപടി എന്ന് പറഞ്ഞത് അപ്പൊ മൂപ്പര് വലിയ പ്രശ്നം. അജ്മലെ ഞാൻ അങ്ങോട്ട് മറുപടി പറയുന്ന ടൈമല്ല, ഇങ്ങോട്ട് മറുപടി പറയാണ്. ചങ്ങായോ, മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിന്റെ മറുപടി മാത്രല്ല പറയാ. ഒരു വിഷയം അങ്ങോട്ട് പറഞ്ഞ് അതിന് മറുപടി പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സുഹൈൽക്കാ നിൽക്കി, അതിന്റെ മറുപടി എന്താ? ഇത് വിളിയാക്കാനാ. ഓരോന്നിനും ഓരോ മറുപടി ഉണ്ട്. ചോദ്യത്തിന്റെ മറുപടിയാണ് നാളെ ഞാൻ ചോദിക്കലു, നിങ്ങൾ മറുപടി അത് നാളാണ് അല്ലെ മറ്റന്നാൾ ഇൻഷാ അല്ലാഹ്. നാളെ ക്ലാസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്, ഞാൻ പറയാം അവസാനം. അപ്പൊ അതിന്റെ ഓരോന്നിനും ഓരോ മറുപടി ഉണ്ട്. നിങ്ങൾ ഈ മറുപടി എന്ന് പറഞ്ഞ ആൾക്കാർ പേടിപ്പിച്ചതും കൊണ്ടായില്ല. ഇത് തേരീഫാണ്. തേരീഫല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല, തേരീഫാണ്. നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം തേരീഫാണ്, അത് സമ്മതിച്ചിട്ടേ വിടൂ. തേരീഫാണ് നിങ്ങൾ സമ്മതിക്കില്ല. എന്തുകൊണ്ടല്ല? ഇത് ജാമിയാണ്, മാനിയാണ്. ജാമ്യവും മാനിയായി അത് ഹദ്ദാണെന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചു. ഇനി ഇങ്ങനെ പഠിപ്പിച്ചാലും പോരെ. ഇനി തുടക്കത്തിൽ ഒന്നുകൂടി എഴുതണം ഇത് തേരീഫാണെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കേസല്ല. കാരണം ഇങ്ങനെ ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാർ ഇത് കേൾക്കുന്ന ഇമാമിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകൂല.
അതിനോണ്ട് നടക്കൂല മൗലവി, ഇത് തരീഫാണ്. പിന്നെ കോപ്രായൊന്നും കോട്ടിമാട്ടലെന്നും പ്രസംഗമൊന്നും പിന്നെ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം നേരാവൂല. ആൾക്കാർ കേൾക്കുന്നതൊക്കെ സമാധാനത്തിന് പറയാന്നേ നടക്കൂ. സംഭവം ആൾക്കാർക്ക് തിരിയുന്ന മനുഷ്യന്മാർ ഇത് കേൾക്കുന്നുണ്ട്. അതിനോണ്ട് പറയുന്നു ഈ കോട്ടിമാട്ടൽ എന്ന് പറഞ്ഞതുകൊണ്ടോ ഡയലോഗ് എന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും തള്ളിയതുകൊണ്ട് പുച്ഛിച്ചതും കൊണ്ട് ഒന്നും കാര്യമില്ല. ആൾക്കാർക്ക് മുജാഹിദുകൾ തന്നെ തിരിയുന്നുണ്ടോ അവർക്ക്. ഇത് ജാമ്യാണ് മാനിയാണ്. ജാമ്യ മാനി എന്ന് പറഞ്ഞാൽ അതാണ് ഹദ്. ഹദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈരീഫിന്റെ വേറൊരു പേരാണ്. അങ്ങനെയാണ് ഹദ് എന്ന് ഞാൻ പറയാൻ കാരണം സുബിക്കി ഇമാം അങ്ങനെയാണ് ഈ ഇബാറത്ത് കൊടുത്തത്. അതുകൊണ്ട് ഹദ് എന്ന് പറയുന്നു. അപ്പൊ ഇത് ജാമ്യമാനിയാണ്. അതുകൊണ്ട് ഇമാമിങ്ങൾ തന്നെയാണ് ഇത് തൈരീഫാണോ അല്ലേ എന്നുള്ളത് പഠിപ്പിച്ചത്. ഇമാമിങ്ങൾ തന്നെയാണ്. എങ്ങനെ മൊത്തത്തിൽ അങ്ങ് പഠിപ്പിച്ചു. ഇത് ഓരോരുത്തരും ഓരോ തൈരീഫ് അറിയുമ്പോഴും ഇത് തൈരീഫാണ് കേട്ടോ, ഞാൻ ഇനിയിപ്പോൾ അറിയാൻ പോണത് ഇതാക്കുന്നത്. എങ്ങനെ ഇനി വേറൊരു വിഷയം വരുമ്പോൾ ആടെ ഒരു തൈരീഫ് അറിയാണ്, എന്നാ അതാക്കുന്നത് ഇത് തൈരീഫ് തന്നെയാണ്, ഇതാ നോക്കിയോളൂ കേട്ടോ, അത് തൈരീഫാണ്, അങ്ങനെ ഒന്നും പറയാം. പിന്നെ വേറെ എന്തെങ്കിലും നിസ്കാരത്തിന് വിഷയം വരുമ്പോൾ അവിടെയും തൈരീഫ് എന്ന് പറഞ്ഞിട്ട് വേറെ അത് തൈരീഫാണ് പറയാൻ പോണേ, നോക്കിയോളൂ നല്ലോണം നോക്കിയോളൂ അതാ. അങ്ങനെ പറയണ്ടേ. മൊത്തത്തിൽ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തൈരീഫ് എന്തെയ്യാണെന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അറിയാം. ഇനി ഓരോട് പിന്നെ തുടക്കത്തിൽ ഓരോ വട്ടം ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ല ഞാൻ ചോദിക്കട്ടെ, ചെറുപ്പത്തിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇതാ അലിഫ് ഇത് അങ്ങനെ വരണ്ടല്ലേ മോനെ, ഇങ്ങനെ കുത്തനെ അതിന്റെ മേലെ ഇങ്ങനെ വരട്ടാൽ അത് ആന്ന് വായിക്കും എന്ന് പറഞ്ഞ് ഇപ്പോഴും പറയോ ഇത് നല്ലേടോ, ഇത് ഫത്തിഹല്ലേ ഇങ്ങനെ കുറുങ്ങനെ വരാന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു തരുമോ? ഇല്ല. എന്നതുപോലെ ഹദ് എന്താണെന്ന് ഒരു വട്ടം പറഞ്ഞ് മൊത്തത്തിൽ അങ്ങ് പഠിപ്പിച്ച് തന്നാൽ പിന്നെ ഹദ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് തിരിയും. പിന്നെ അവിടെ ഓരോരുത്തരും ഇത് തന്നതാണ് ആണിട്ടോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ആവശ്യം ഇല്ല. അപ്പൊ അതൊക്കെ വെറുതെയാണ്. അപ്പൊ എന്തായാലും ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ സഹോദരന് വ്യക്തമായി തന്നെ അദ്ദേഹം കൊണ്ടുവന്ന താരീഫ് അത് ബിദഅത്തിന്റെ ആ ആശയത്തിൽ കടക്കാൻ പറ്റുമോ കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തെളിയിക്കാൻ കഴിയുന്നില്ല. കാരണം അതിന്റെ മനസ്സിലായി ഇപ്പോ അദ്ദേഹം കൊണ്ടുവന്ന ബിദഅത്തിന്റെ താരീഫ് ആകുന്നില്ല. കാരണം ഒരു ഉദാഹരണം കൊണ്ട് എന്തുകൊണ്ടാണ് ഈ കാര്യം ബിദഅത്താവുന്നത് എന്ന് തെളിയിക്കാൻ നമ്മുടെ സഹോദരന് കഴിയുന്നില്ല. കാരണം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി വ്യക്തമായി തന്നെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരിക്കുന്നു. വലാകിന്ന നത്തബിഉ സുന്നത ഫിഅലൻ ഔ തർക്കൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരിക്കുന്നു എന്ത് ചെയ്യുന്നു, നമ്മൾ പിൻപറ്റുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്തൊരു കാര്യം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൊണ്ടുവരുന്നില്ല. ഇനി അടുത്ത ചോദ്യം, നിങ്ങളുടെ ഈ നിർവചനം എന്ന് പറയപ്പെടും നിങ്ങളുടെ അവകാശമാണ് കേട്ടോ. നിങ്ങളുടെ അവകാശ പ്രകാരം ഇവിടെ ഇമാം നബി റഹ്മത്തുള്ളാഹി സലാത്തുർ റഗായിബ് ബിദ്അത്താന്ന് പറയുന്നു. എന്താ പറയുന്നത് അറിയോ? അസ്സലാത്തുൽ മഅറൂഫത്തു ബി സലാത്തുർ റഗായിബി വഹിയ 12 റകഅത്തൻ എന്ന് പറഞ്ഞതിന്റെ ആ വിശദീകരണം കൊടുത്തതിന് പകരം പറയുന്നത് വഹാതാനി സ്വലാത്താനി ബിദ്അത്താനി മുൻകറാനി കബീഹത്താനി. ഈ രണ്ട് നമസ്കാരങ്ങളും അഥവാ ആദ്യത്തെ ആഴ്ചയിലെ റജബിലെ നമസ്കാരം അതുപോലെ തന്നെ സലാത്തുർ റഗായിബും എന്നാൽ ആ 2 റക്അത്തുകളും ആ 2 നമസ്കാരങ്ങളും വെറുക്കപ്പെട്ട മുൻകറായ ബിദ്അത്താണ്. നിങ്ങളുടെ അവകാശ പ്രകാരം ഈ പറയപ്പെടുന്ന നിർവചനം കൊണ്ട് എങ്ങനെയാണ് ഈ കാര്യം ബിദ്അത്തായി എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. കാരണം നിങ്ങൾ പറഞ്ഞത് ജാമിയും മാനിയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞത് ജാമിയും മാനിയുമാണ്. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. അങ്ങനല്ല, ഇത് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് ബിദഅത്തായി എന്നതാണെങ്കിൽ നിങ്ങൾ തുറന്ന് സമ്മതിക്കാം. ഇവിടെ സലാത്തുർ റഗായിബ് എന്ന് പറയുന്ന നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടില്ല, അതുകൊണ്ട് അത് ബിദഅത്തായി എന്ന് ഇമാം നബി റഹ്മത്തുള്ളാഹി പറഞ്ഞത് ശരിയാണ് എങ്കിൽ നിങ്ങൾ അത് സമ്മതിക്കുക. അതേപോലെ തന്നെ ആദ്യത്തെ ആഴ്ച റജബിൽ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളും അത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടില്ല, അതുകൊണ്ട് ഇത് ബിദഅത്തായി എന്ന് നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാം. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആ നിർവചനത്തിന്റെ പ്രകാരം എങ്ങനെയാണ് ഈ സലാത്തുർ റഗായിബ് ഇത് എന്തായത് ബിദഅത്തായത്? ഇപ്പൊ ഇമാം നബി റഹ്മത്തുള്ളാഹി പറയാണ് വഹാതാനി സ്വലാത്താനി ബിദഅത്താനി വമുൻകറാനി ഖബീഹത്താനി. എന്നിട്ട് പിന്നെ പറയാൻ ഇഹ്യാഉൽ അതുപോലെ തന്നെ ഖൂതുൽ ഖുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളൊന്നും വലാ യുഖ്തറു ബി ദകരിഹിമാ ഫി കിതാബി ഖൂതുൽ ഖുലൂബി വഹിയാഉൽ ഉമ്മദ്ദീൻ. ഇഹ്യാഉൽ ഉമ്മദ്ദീനും അതുപോലെ മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വഞ്ചിതരാവണ്ട മക്കളെ. കാരണം ഇത് വെറുക്കപ്പെട്ട ബിദഅത്താണ്. എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന ആ കാര്യത്തിൽ നിന്നും നിങ്ങൾ ഈ കൊണ്ടുവന്ന നബിദിനം അതുപോലെ നിങ്ങൾ ഈ കൊണ്ടുവന്ന ആ ബിദഅത്തിന്റെ നിർവചനത്തിൽ നിന്നും എങ്ങനെയാണ് സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന നമസ്കാരം അത് ബിദഅത്താകുന്നു എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ പറയുന്നു ഇത് ജാമിയും മാനിയുമായ താരീഫാണ് നിങ്ങൾ അവകാശപ്പെടുന്നു. ആ അവകാശപ്രകാരം എങ്ങനെയാണ് സ്വലാത്തുർ റഗായിബ് ബിദഅത്താകുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ തെളിയിക്കുക. മൗലവി പിന്നെ ഇപ്പൊ നേരത്തെ കൊണ്ടുവന്ന തൂണായി, ഇപ്പൊ കൊണ്ടുവന്ന സ്വലാത്തുർ റഗായിബ.
സ്വലാത്തു റഗായിബ് അല്ല ഇവിടെ വിഷയം, ഇവിടെ നബിദിന വിഷയം. പിന്നെ മൂപ്പർ കൊണ്ടുവന്ന എന്താ ഈ ഇതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് മൗലവി സ്വലാത്തു റഗായിബിലെ എത്ര വജഹിലെതിരാന്നുണ്ട് അറിയോ? കിതാബിനോടും ഹദീസിനോടും ഇജ്മാ അസർ ഒന്നിനോട് എതിരായി പോയാൽ പോരെ, എത്ര രൂപത്തിലെതിരാന്നുണ്ട്. അത് ഇമാമിങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നബവി തങ്ങൾ മാത്രമല്ല എന്നെ എതിർത്ത്, അതിനെ പല മഹാന്മാരും എതിർത്തിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അടക്കി എതിർത്തിട്ടുണ്ട്. തുഹ്ഫന്റെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു എതിർത്തിട്ടുണ്ട്. അവരൊക്കെ അവിടെ ഇത് എങ്ങനൊക്കെ എതിരാകുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനോടൊന്നും ഇത് പൊളിക്കാൻ കഴിയൂല, നമ്മളെ വിഷയാതൊന്നുമല്ല. നിങ്ങൾ ഉദ്ദേശിച്ച റൂട്ടുണ്ട് അതിലെങ്ങനെ കയറും കുടുക്കൂട്ടി നമ്മളങ്ങനെ വലിച്ചുകൊണ്ടുവരിക അല്ലേ? നടക്കൂല. ഇതിലെന്ത് എന്നിട്ടും പറയുന്നത് ഇത് ജാമ്യമാനും അല്ല, ജാമ്യമാനും തന്നെ ഇതിൽ മാനദണ്ഡല്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള മാനദണ്ഡല്ലേ ആണ്, ഇതിൽ മാനദണ്ഡമുണ്ട്. പിന്നെ മൂപ്പര് തഖറുബിനൊരു വിഷയം ചോദിച്ചിരുന്നു. ഇപ്പൊ എത്രാമത്തെ ചോദ്യമാണ് മൂപ്പർക്ക് ഓർമ്മ ഉണ്ടാവില്ല, കേൾക്കുന്ന എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ആർക്കും ഓർമ്മ ഇല്ല. കാരണം ഇങ്ങനെ പരക്കെ ചോദിക്കാണ്, ഒരു ചോദ്യം ഒന്നല്ല, ഒരു ചോദ്യം കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ഒന്നുമില്ല, ഇങ്ങനെ പരക്കെ കുറച്ച് വിട്ട് തന്നെ. പിന്നെ സ്വലാത്തു റഗായിബിൽ പ്രശ്നമുണ്ട്, അത് കിതാബിനോട് സുന്നത്തിനോടൊക്കെ എതിരാകുന്നുണ്ട്. അതൊന്നല്ല ഇവിടുത്തെ വിഷയം, അതൊന്നുമല്ല. അതൊക്കെ എന്റെ ചർച്ച മാറ്റാനുള്ള നബിദിനത്തിൽ എന്നെ പിടിച്ചിട്ടു. എന്താണ് നബിദിനത്തിലെ ബിദിയത്ത്? എന്താ അത് ചോദിക്ക്, എന്തെങ്കിലും നബിദിനത്തിനെ തൊട്ട് കളിക്കാത്ത ഇത് ബിദിയത്തിന്റെ എല്ലാ വിഷയവും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്വലാത്തു റഗായിബ് എന്താന്ന് പറഞ്ഞ സമയത്ത് ഇമാമിങ്ങൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇർഷാദുൽ ഇബാദത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്രയോ വാജിഹുകൾ പറഞ്ഞിട്ടുണ്ട് അതിനുണ്ട്. അതൊന്നും അതിൽ പെട്ട് തന്നെയാണ്, അതും പെട്ടിട്ടുണ്ട്. അതൊന്നും ഇനി അപ്പുറം ഇപ്പുറം മൂടി വെച്ചിട്ടാണ്. അത് നല്ലോണം അപ്പുറം ഇപ്പുറം ഒന്ന് കണ്ണുറന്ന് നോക്കിയാൽ എനിക്കതും തിരിയുന്നതാണ്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം, അതൊന്നും അല്ല സുഹൈൽക്ക. ഇവിടുത്തെ വിഷയം നബിദിനാണ്. നബിദിനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറയും, അല്ലേ പിന്നെ അത് പറയും. എനിക്ക് വേറെ കിടന്നുറങ്ങണം. 1:36 ഇപ്പം ഇവിടെ നിങ്ങൾക്ക് തിരിയോ? ഇനിയിപ്പം എണീച്ചിട്ട് 4 മണിക്ക് എണീക്കേണ്ടി വേണം. 4 മണിക്ക് എണീക്കേണ്ടതാണ്. നാളെ നേരം വെളുത്ത് വേറെ ക്ലാസ് ഉണ്ട് മലപ്പുറത്ത്, അതിന് പോവുകയും വേണോ? അപ്പം നിങ്ങൾ ഒന്നുകിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം അല്ലെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ സ്വലാത്തു റഗായിബ് നേരത്തെ തൂണ് ചോദിച്ചു, ഇപ്പം നിങ്ങളൊരു സ്വലാത്തു റഗായിബായി ചോദിച്ചാൽ ഇനി വേറെ ഏതെങ്കിലും കഴിക്കാൻ അടുത്ത ചോദിക്കാം. ഇങ്ങനെ ഓരോന്നോരോ നിങ്ങൾ പിടിച്ചുകൊണ്ടോ വൈക്ക് ഇങ്ങനെ പോരാനുള്ളതല്ല. ഞാൻ സ്വലാത്തു റഗായിബ് അല്ല നമ്മളെ വിഷയം നബിദിനമാണ്. നബിദിനം ബിദിഅത്താണ് അല്ല. പിന്നെ തഖറുബിന്റെ വിഷയം, തഖറുബ് എന്നുള്ളത് നമ്മളെ വ്യവസ്ഥയിലില്ല. തഖറുബാണോ അല്ലേ എന്നല്ല നമ്മളെ ചർച്ച. നബിദിനം ബിദിഅത്താണ് അല്ല എന്നുള്ളതാണ്. അതിലാണ് ചോദ്യം വേണ്ടത്. നിങ്ങളുടെ ജാമിമാനിയായ താരീഫില് എല്ലാം ഉൾപ്പെടുന്നല്ലോ. ഇപ്പൊ ഇമാം നവവി റഹിമഹുല്ലാ ഒരു കാര്യം അത് ബിദ്അത്താണ് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് വഹാതാനി സ്വലാത്താനി മഅറൂഫത്താനി ബിദ്അത്താനി എന്താ പറയുന്നത്? വഹാത്താനി സ്വലാത്താനി ബിദ്അത്താനി മുൻകറാനി ഖബീഹത്താനി എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോ നിങ്ങളുടെ ആ നിർവചനത്തിൽ എങ്ങനെയാണ് ഈ ഒരു കാര്യം ബിദ്അത്താവുന്നു എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. കാരണം നിങ്ങളുടെ വാദപ്രകാരം എന്താണ് ഇത് ബിദ്അത്തിന്റെ ജാമിയും മാനിയുമായ തഅരീഫാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു. ഇനി എന്റെ അടുത്ത ചോദ്യം വളരെ വ്യക്തമായി തന്നെ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹ് ഈ ആഘോഷങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോ ശരീഅത്തില് സ്ഥിരപ്പെട്ട ആഘോഷങ്ങളെ പറ്റി വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ലാ യുശ്റഉ യത്തഖിദുൽ മുസ്ലിമൂന ഈദ ഇല്ലാ മാ ജഅഅ ശരീഅത്തു ബിത്തിഹാദി ഈദ. എന്താണ്? മുസ്ലിമീങ്ങൾക്ക് ശരീഅത്തിൽ ആഘോഷമായിട്ട് ശറയിൽ നിശ്ചയിക്കപ്പെടാത്ത കാര്യങ്ങളല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ശരീഅത്തിൽ ഇസ്ലാമികപരമായ ആഘോഷങ്ങൾ ചെയ്യാൻ പാടില്ല. അതെന്തൊക്കെയാണ്? അത് യൗമുൽ ഫിത്റാണ്, യൗമുൽ അദ്ഹയാണ്, അയ്യാമു തശ്രീഖാണ്, അതുപോലെ തന്നെ യൗമുൽ ജുമുഅ വഹുവ ഈദുൽ ഉസ്ബൂ. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ ശരീഅത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണെന്നുള്ളത് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അദ്ദേഹം ലതാഇൽ മാരിഫിൽ പറയുന്നു. അതിനുശേഷം പറയുന്നു വമാ അദാ ദാലിക ഫഇത്തിഖാദു ഈദ വമൂസിന ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫിശ്ശരീഅ. ഇനി ആരെങ്കിലും യൗമുൽ ഫിത്ർ പകരം അല്ലെങ്കിൽ യൗമുൽ അദ്ഹ പകരം അല്ലെങ്കിൽ അയ്യാമു തശ്രീഖിന് പകരം അല്ലെങ്കിൽ അതുപോലെ തന്നെ യൗമുൽ ജുമുഅക്ക് പകരമായിട്ട് ഒരു ആഘോഷമായിട്ട് ഒരാൾ ദീനിൽ ഒരു കാര്യം ആഘോഷമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വമാ അദാ ദാലിക ഫഇത്തിഖാദു ഈദ വമൂസിന ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫിശ്ശരീഅ. അത് ബിദ്അത്താണ്. ഒരു അസ്ലും ശരീഅത്തിൽ ഈ പറയപ്പെട്ട ആ കാര്യങ്ങൾക്കല്ലാതെ ഇല്ല. ഇനി എന്റെ അടുത്ത ചോദ്യം, ഇവിടെ
ആദ്യത്തെ പ്രമാണം ഖുർആാനല്ലോ. ഖുർആനിൽ എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷം റബീഉൽ മാസത്തിൽ ആഘോഷിക്കാനുള്ള തെളിവ് എവിടെ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മുടെ സഹോദരൻ കൊണ്ടുവരണം. കാരണം ഒന്നാമത്തെ പ്രമാണം ഖുർആാനല്ലോ. ഖുർആനിൽ അതിന് അടിസ്ഥാനപരമായ ഒരു തെളിവുണ്ടെങ്കിൽ ആ തെളിവ് എവിടെ എന്നുള്ളത് വ്യക്തമായി തന്നെ നമ്മുടെ സഹോദരൻ കൊണ്ടുവരിക. ഇവിടെ വ്യക്തമായി തന്നെ ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി പറയുന്നു എന്തൊക്കെയാണ് ശരീഅത്തിൽ വ്യക്തമായി തന്നെ സ്ഥിരപ്പെട്ടുള്ള ആഘോഷങ്ങൾ എന്ന് പറയുന്നു. അതെന്തൊക്കെ യൗമുൽ ഫിത്റാണ്, യൗമുൽ അദ്ഹ, അയ്യാമു തശ്രീഖാണ്, അത് കൊല്ലത്തിലുള്ള ആഘോഷങ്ങൾ. ഇനി ആഴ്ചയിലുള്ള ആഘോഷങ്ങൾ യൗമുൽ ജുമാ, അതാണ് ആഴ്ചയിലുള്ള ആഘോഷങ്ങൾ. ഈ അതൊന്നൊക്കെ ഇതിന് പകരമായിട്ട് ആരെങ്കിലും ഇതല്ലാത്ത വേറെ കാര്യങ്ങൾ ദീനിൽ അഥവാ ശരീഅത്തിൽ ആഘോഷമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലാ അസ്ല ലഹു ഫി ശരീഅത്തി, ദീനിൽ എന്തില്ല, ഒരു അസ്ലുമില്ല എങ്കിൽ നിങ്ങളുടെ വാദപ്രകാരം അസ്ല് ഉണ്ട് എങ്കിൽ എവിടെയാണ് ഖുർആനിൽ നിന്നും ഇവിടെ നബിദിനം കഴിക്കാൻ ഏത് ആയത്താണ് നിങ്ങൾക്ക് തെളിവ് എന്നുള്ളത് വ്യക്തമായി തന്നെ നിങ്ങൾ കൊണ്ടുവരിക. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത് ഈ തരീഫായിരുന്നു. തരീഫ് നമ്മൾ പറഞ്ഞു, അതിന് റദ്ദ് ചെയ്യാൻ മൂപ്പര് കൊണ്ടുവന്നത് സ്വലാത്തുർ റഗായിബായിരുന്നു. സ്വലാത്തുർ റഗായിബ് പല നിലക്ക് ശറഇനോട്, കിതാബിനോട്, സുന്നത്തിനോടും നമ്മൾ പറഞ്ഞ തരീഫിനോട് എതിരാകുന്നുണ്ട്, മദ്മൂമാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറയുകയും ചെയ്തു. അതല്ല നമ്മളെ വിഷയം. രണ്ടാമത്തെ ഒന്ന്, അങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചപ്പോൾ ഇതിപ്പോൾ എത്രാമത്തെ ചോദ്യമാണെന്ന് എനിക്ക് തിരിയുന്നില്ല. എങ്ങനെ തുരുതിരാ ചോദിക്കുന്നതിന് പകരം ഒരു ചോദ്യത്തിൽ ഒതുങ്ങി നിന്നിട്ട് അതിന് ഞാൻ പറഞ്ഞ മറുപടിനെ ഗണ്ണിക്കുന്നില്ലല്ലോ നിങ്ങൾ. രണ്ടാമത് പിന്നെ അപ്പോൾ ഒന്ന് ചോദിച്ചെന്താ ബിദിയത്താണ് എന്ന് പറഞ്ഞതാ. ബിദിയത്താണ് എന്നുള്ളതിന് ഒരു കുഴപ്പമില്ല. ബിദിയത്താണ് തന്നെ ഞങ്ങളും പറയുന്നുണ്ട്. പക്ഷെ എതിർക്കപ്പെടേണ്ട ബിദിയത്താണോ മദ്മൂമാണോ അല്ലേ, അവിടെ ഞമ്മക്കും തർക്കമുള്ളൂ. ഇബ്നു റജബ് തങ്ങളുമായിട്ട് പറഞ്ഞതിൽ ഒരു പ്രശ്നവും ഞമ്മക്കില്ല. പിന്നെ ഖുർആന്റെ തെളിവ് ചോദിക്കാണ് മൂപ്പര്, അല്ലെ? തെളിവാണ് ഇപ്പൊ ചോദിച്ചത്. നിങ്ങളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തു നിന്നതും. മജീദ് പത്തവിര്യത്തിനോട് ചോദിക്കും, ഇവരോടൊക്കെ ചോദിക്കും, നിങ്ങൾ തെളിവ് ചോദിക്കണോ? അതിനെ ഞാൻ കാത്തു നിന്ന് ഇത്രയും നേരം. കാരണം ഞാനേ എൻ്റെ ഫോണിൽ ബാലൻസ് തീർത്തിട്ടാണ് ഞാൻ മറ്റേ ഫൈസൽ മൗലവിനെയും ബാലുശ്ശേരിനെയും ഒക്കെ വിളിച്ചത്. ഓലെന്താ പറഞ്ഞറിയാം, നമ്മളെ വാദം ആദ്യം മനസ്സിലാക്കുക. സുഹൈൽ മൗലവി എന്താണ് നമ്മളെ വാദം? എൻ്റെ വാദം എന്താ? ശറഇൽ ബിദിയത്ത് അല്ല, നഫിയ്. നിങ്ങളതോ ഉണ്ട് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ആണ് എന്ന് പറഞ്ഞ ഇസ്ബാത്ത്, അതാണ് നിങ്ങളെ വാദം. നഫിയിന് തെളിവ് വേണ്ട, ഇല്ല അല്ല എന്നൊക്കെ പറഞ്ഞാൽ ഓരല്ല തെളിവ് കൊണ്ടുവരേണ്ടത്, ആണ് എന്ന് പറയുന്ന ആൾക്കാരാണ് തെളിവ് കൊണ്ടുവരേണ്ടത് എന്ന് ആര് പറഞ്ഞു? ഫൈസൽ മൗലവി. ആര് പറഞ്ഞു? മുജാഹിദ് ബാലുശ്ശേരി. പിന്നെ ആരും പറഞ്ഞു? നിങ്ങൾ ഇസ്ലാഹിൽ എഴുതിയിട്ടുമുണ്ട്, അത് മസ്കറ്റിൽ വെച്ചിട്ട് നൗഷാദ് അഷ്തനി വായിച്ചിട്ടും ഉണ്ട്. അപ്പൊ ഏത് നിലക്കായാലും ഞങ്ങളല്ല കൊണ്ടുവരേണ്ടത്. ബാലുശ്ശേരി എന്താ പറഞ്ഞറിയാൻ ആയത്തന്നെ തെളിവുന്നുണ്ട്. എനിക്ക് വേണോ? ക്ലിപ്പ് വേണോ? ഞാൻ പൈസ ബാക്കി വിളിച്ചത് അതിനെ. ഇനി ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാനും കാത്തി പഠിച്ചവൻ്റെ പൈസ വെറുതായോന്ന് ഞാൻ വിചാരിച്ച് ചോദിച്ചതാൽ നന്നായി. ഇങ്ങനെ ഹരീതും കൂടി ചോദിക്കും. ഒരൊറ്റ തെളിവ് ഞങ്ങളല്ല കൊണ്ടുവരേണ്ടത്, തെളിവ് കൊണ്ടുവരേണ്ടത് ഉണ്ട്, ആണ് എന്നൊക്കെ വാദിക്കുന്ന ഇസ്ബാത്തിന്റെ വാദക്കാരായ നിങ്ങളാണ്. അല്ലാന്ന് വാദിക്കുന്ന ഞങ്ങളല്ല. എവിടെ ഞങ്ങൾ പറഞ്ഞത് എന്നറിയോ? ഒന്നുകൂടി പറഞ്ഞുതരാം. വിളിച്ച സമയത്ത് പിന്നെ ഞാൻ വെറുതെ ഏതൊക്കെ ഉറപ്പിച്ച് അറിയും. അല്ല ഉസ്താദെ, ഫൈസൽ മൗലവിയോട് ഞാൻ ചോദിച്ചേ, അല്ല അപ്പോൾ നമ്മള് വസീലത്തിന് ശിർക്ക് ആണ് എന്നല്ലേ നമ്മൾ പറയുന്നത്, അപ്പൊ നമ്മളല്ലേ കൊണ്ടുവരേണ്ടത് തെളിവ് എന്ന് ചോദിച്ചു. ജിന്നനോട് തേടുന്ന് ഫോണം കേട്ടയക്കാന്. അതോട് കേട്ടോ. പിന്നെ ഏതായാലും അല്ല, ഇതെടുക്ക് ഇതാക്കുന്ന ഇപ്പോൾ ഓരോരുത്തരും എന്താ ഇതിപ്പോൾ ഇതിങ്ങനെ വിടുന്നുണ്ടല്ലോ. ബൈലക്സ് ഹമീദ് എന്ന് പറഞ്ഞ ആള്, ഈ ഹമീദ് എന്ന് പറഞ്ഞ ആള് എടുക്ക് ഓരോ കമന്റ് ഇടുന്നുണ്ട്. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഇപ്പൊ സോറി അടിച്ച് പോട്ടെ, പോട്ടെ. അപ്പോൾ തെളിവ് കൊണ്ടുവരേണ്ടത് ഞങ്ങളല്ല. ഇൻഷാല്ലാ മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടുകയാണ്. ഞാൻ വിളിച്ച ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടുന്നു. നിങ്ങളാണ് പറഞ്ഞത് നഫിയിന്റെ വാദക്കാർ തെളിവ് കൊണ്ടുവരേണ്ടത് ഇല്ല. ആര് പറഞ്ഞു? മുജാഹിദ് ബാലുശ്ശേരി. അതുപോലെ തന്നെ ഫൈസൽ മൗലവി. നിങ്ങൾ കൂടെ അകലാടിരുന്നേ. ഏവനോ അല്ല പറഞ്ഞത്, നിങ്ങൾ ആൾക്കാരാണ് പറഞ്ഞത്. നിങ്ങൾ അടിസ്ഥാനം അനുസരിച്ചിട്ടാണ് പറഞ്ഞത്. ഇത് ഞങ്ങൾ തെളിവ് കൊണ്ടുവരേണ്ടതില്ല, കാരണം ഞങ്ങൾ ഇല്ല. അപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ സഹോദരന് ഒരു കാര്യം മനസ്സിലായിട്ടില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഉസൂൽ ഫിഖിലെ ഒരു കാര്യമാണ് എന്താണ് അസ്ലുൽ ഇബാദത്തി അൽ മൻഉ ഇല്ലാ ലിനസ്. അല്ല, എന്നാൽ നേരെ തിരിച്ചാണ് മുഅമ്മലാത്തിന്റെ വിഷയം. മുഅമ്മലാത്ത് ആണെങ്കിൽ എല്ലാം അനുവദിക്കപ്പെട്ടതാണ്, വിരോധം അതിൽ വരാത്തടത്തോളം. എന്നാൽ ഇബാദത്തിന്റെ കാര്യത്തിൽ അങ്ങനല്ല. ഇബാദത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെടണം. അതുകൊണ്ടാണ് ശഅബാൻ 15-ാമത്തെ ആ രാവിൽ പ്രത്യേകമായി നമസ്കാരം ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ബിദ്അത്താന്ന് പറയും. കാരണം സ്ഥിരപ്പെട്ടിട്ടില്ല.
അതുപോലെ തന്നെ ഇവിടെ സ്വലാത്തു റഗായിബ് നമസ്കാരം എന്തുകൊണ്ടാണ് എതിർക്കപ്പെടുന്നത്? കാരണം അതിൽ തെളിവില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. അതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി ആ ഹദീസുകൾ കുല്ലു ബിദ്അത്തിൻ ദലാല അതുപോലുള്ള മറ്റുള്ള ആ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇത് ബിദ്അത്താണെന്നുള്ളത് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. ഈ ഹദീസുകളും അതുപോലെ ആയത്തുകളെ വെച്ചുകൊണ്ട് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. ഇവിടെ ഇമാം ഇബ്നു റജബ് ഹംബലി പറഞ്ഞതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. എന്താ ഇബ്നു റജബ് ഹംബലി പറഞ്ഞത് പറഞ്ഞുതരാം. വമാ അദാ ദാലിക ഫത്തിഹാദു ഈദ വമൂസിമ ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫി ശരീഅത്തി. അതാണ് ആരെങ്കിലും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ യൗമുൽ ഫിത്രോ യൗമുൽ അദ്ഹയോ അത് അയ്യാമത്തെ ശിരിക്കോ അതുപോലെ തന്നെ യൗമുൽ ജുമ കൂടാതെ ഒരാൾ ആഘോഷമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബിദ്അത്താണ്. ഒരു അടിസ്ഥാനവും ഇല്ല ശരീഅത്തിൽ. അത് ബിദ്അത്താണ്, ഒരു അടിസ്ഥാനവും ശരീഅത്തിൽ ഇല്ല. അപ്പൊ ഖുർആനിൽ ഒരു അടിസ്ഥാനവും ഇല്ല, സുന്നത്തിൽ ഒരു അടിസ്ഥാനവും ഇല്ല, ഇജ്മാ അടിസ്ഥാനമില്ല, ഖിയാസ് അടിസ്ഥാനമില്ല. ഇബ്നു റജബ് ഹംബലി പറയും ഇതല്ലാത്ത ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബിദ്അത്താകുന്ന ഒരു അടിസ്ഥാനമില്ല എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചില്ലേ? എന്റെ ഏഴാമത്തെ ചോദ്യം ഇവിടെ ഇബ്നു റജബ് ഹംബലി പറഞ്ഞ ആ കാര്യം, ഒരു അടിസ്ഥാനം ആരെങ്കിലും ഈ കാര്യങ്ങളല്ലാതെ ഒരാഘോഷമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങൾക്ക് നബിദിനത്തിന് ഖുർആനിൽ ഒരു അടിസ്ഥാനമില്ല നിങ്ങൾ സമ്മതിച്ചോ? ഹദീസിൽ ഒരു അടിസ്ഥാനമില്ല നിങ്ങൾ സമ്മതിച്ചോ? ഖിയാസ് അടിസ്ഥാനമില്ല സമ്മതിച്ചോ? ഇജ്മാ അടിസ്ഥാനമില്ല നിങ്ങൾ സമ്മതിച്ചോ? ഇബ്നു റജബ് ഹംബലി പറയുന്നത് ഇതല്ലാതെ കൊണ്ടുവന്ന ആഘോഷമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. നിങ്ങൾ തന്നെ പറയുന്നു ഇബ്നു റജബ് ഹംബലി പറഞ്ഞത് ശരി തന്നെയാണ്. അങ്ങനെ ശരി തന്നെയാണെങ്കിൽ എന്താണ് ദീനിൽ ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമായ ആണ് എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ? തുറന്ന് പറയും ഞങ്ങളോട്. ദീനിൽ ഖുർആൻ നിങ്ങൾക്ക് അടിസ്ഥാനമില്ല, അതുപോലെ തന്നെ സുന്നത്തിൽ നിങ്ങൾക്ക് അടിസ്ഥാനമില്ല, ഇജ്മാൽ അടിസ്ഥാനമില്ല, ഖിയാസിൽ അടിസ്ഥാനമില്ല. ഇമാം ഇബ്നു റജബ് ഹംബലി പറഞ്ഞത് മുഴുവൻ ശരി തന്നെ എന്നുള്ളത് തുറന്നുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ സഹോദരൻ സമ്മതിക്കണം. അൽഹംദുലില്ലാഹ് ഇവിടെ നിങ്ങൾ ശിർക്കില്ലേ എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഖിയാസാണ്. പക്ഷെ അതൊന്നും നടക്കില്ല മോനെ. കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് യാതൊരു പ്രമാണവും ഇല്ല എന്നുള്ളത് അൽഹംദുലില്ലാഹ് ഇബ്നു റജബ് ഹംബലി പറഞ്ഞത് ശരി തന്നെ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടെ ഇബ്നു റജബ് ഹംബലി പറയുന്നു ഒരു അടിസ്ഥാനവും ശരീഅത്തിലില്ല, അത് ബിദ്അത്താണ്. ശരീഅത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്മൂം മാത്രമാണ്, നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് നബിദിനം ഒന്നെങ്കിൽ ബിദ്അത്താണ് നിങ്ങളെ വാദപ്രകാരം. കാരണം ശരീഅത്തിൽ ബിദ്അത്ത് മദ്മൂമായ ബിദ്അത്ത് മാത്രമേ നിങ്ങൾ സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പറയണം ഇബ്നു റജബ് ഹംബലി പറഞ്ഞത് ശരിയാണോ? ഇബ്നു ഹജറുൽ ഹംബലി അല്ലേ, ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് ബിദ്അത്താണെന്ന് പറഞ്ഞത് ഓക്കെ. ഷാസുലില്ല എന്നുള്ളത് ഫാക്കിഹാനിയും പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ഫാക്കിഹാനി പറഞ്ഞതിനും റദ്ദ് ചെയ്തിട്ടുണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. പഠിച്ചു വെച്ചോ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇതിന് അസുലുണ്ട് എന്ന് സ്ഥാപിച്ചിട്ടുണ്ട് അൽ-ഹാവിൽ ഫത്താവയിൽ. പക്ഷേ അസുലുണ്ട് എന്നൊന്നും സ്ഥാപിക്കേണ്ട. ഖുർആൻ കൊണ്ടുവരും. ഖുർആൻ ഞാൻ ചോദിച്ചാൽ മൂപ്പര് തെളിവ്. എന്റെ മുജാഹിദ് ബാലുശ്ശേരിനെ ഇത് ഇട്ടപ്പോ പിന്നെ ചോദ്യം ആവർത്തിച്ചില്ലല്ലോ. അതെന്താ? അല്ല സുഹേൽക്കൊന്ന് മറുപടി അറിയട്ടെ. ചാങ്കിന് കൊണ്ടുവന്നില്ല ക്ലിപ്പ്. എന്റെ പിന്നെ അതിന്റെ ഇടയിൽ ഒരുത്തം വന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു റമീല് ഓ വന്നിട്ട് പറഞ്ഞു നോക്കിയാൽ മൂപ്പര് ദുബായിലാണ്. ചങ്ങായി ദുബായിലേക്കും വിളിച്ചാൽ കിട്ടും. ദുബായിലാകുന്നതിന് പ്രശ്നമൊന്നുമില്ല, ദുബായിലാണെങ്കിൽ തന്നെ വിളിച്ചാൽ കിട്ടും. ഇത് കാലം വേറാണ്. ഒന്നത്. ഇനി പിന്നെ ഞാൻ വിളിച്ചത് ഇന്നൊന്നുമല്ല, ഇനി ചോദ്യം ചോദിക്കുമെന്നല്ല ഞാൻ വളരെ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനോടാണ് ഞാൻ മൂപ്പരെ വിളിച്ചിട്ട് ഈ ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചത്. എനിക്ക് മിണ്ടാൻ കഴിയുന്നില്ല ഇപ്പോൾ. പിന്നെ ഖുർആൻ അല്ലാതെ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ഇജ്മായിലും ഖിയാസിലും ഒക്കെ ഇതിന് അസുലുണ്ട്. അസുലില്ലെങ്കിലല്ലേ ഇങ്ങനെ ഒരു അസുലില്ലാത്ത വരുമ്പോഴല്ലേ പറഞ്ഞത് ഒരു വിധിയെ ഈ ശരീഅത്തിൽ ഒരു അസുലില്ലാത്താണ് അല്ലേ? അസുലുണ്ട് എന്നുള്ളത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു സ്ഥാപിക്കുന്നുണ്ട്. നല്ലോണം മനസ്സിലാക്കി. എനക്കൊരുത്തനെ ഇപ്പൊ ഇത് തിരിഞ്ഞുള്ളൂ. ഇപ്പൊ ഇത് വിധേയത്തിന് അസുലില്ലാത്ത സംഭവമാണെന്നും വിധേയത്താന്നല്ലേ ഇമാമിങ്ങൾ എത്ര ആൾക്കാർ? അബൂ ശാമ റളിയല്ലാഹു അൻഹു ഇമാം ഒരു കറാഹത്ത് ചെയ്യാത്ത ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് അബൂ ശാമ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇത് അംഗീകരിച്ചിട്ടില്ലേ? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇതിന് അസുൽ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, ഈ അടിസ്ഥാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഫാക്കിഹാനി അസുലില്ല അടിസ്ഥാനമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു റദ്ദ് ചെയ്തിട്ടില്ലേ? ഇല്ല ഉണ്ട്, അസുലുണ്ട് ഇതിന്. പക്ഷെ അതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞമ്മക്ക് ഇത്ര മതി. ഞമ്മക്ക് അതൊന്നും ഇപ്പൊ പറയേണ്ട ഇല്ല. ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ. ഇതല്ലാന്ന് വിളിക്കാം, വിധേയത്തല്ലാന്ന് വിളിക്കാൻ. അതിൽ നിന്ന് അസുൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഒന്നുമില്ല. പിന്നെ എന്ത് മതി?
എന്ത് മതി? അതിനോട് എതിരായത് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പിന്നെ അതിന് കൂലിട്ടുമല്ലേ, അതിനസുലി ഞങ്ങൾ കൊണ്ടുവരും. അടുത്ത വ്യവസ്ഥ ഇരിക്കുന്നത് സുന്നത്താണോ അല്ലേ എഴുതിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് അന്ന് കാണാം, അന്ന് കാണാം. ഇപ്പം അതൊന്നും തെളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തെളിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിന് അപ്പുറത്ത് എതിരുണ്ടോ? ഖുർആനെതിരുണ്ടോ? ഇല്ല. ഹദീസിനുണ്ടോ? അതിനെതിരുണ്ടെങ്കിൽ കൊണ്ടുവരും. എന്താ എനിക്ക് പിന്നെ മറ്റെങ്കിൽ ചൊറ്റിയില്ലട്ടോ. ഞങ്ങൾ തൈരീഫാണെങ്കിൽ ഒന്നാമത്തെ ചോദിച്ചത് തൈരീഫ് നല്ലോണം ആളെന്ന് മുറിച്ച് തൈരീഫ് പറഞ്ഞു തന്നു. പിന്നെ രണ്ടാമത്തെ ചോദിച്ചത് തഖറുബ് എപ്പോഴും പറ്റുമെന്നാണ്. അങ്ങനെ ഒരു സമയം അല്ല, എപ്പോഴും പറ്റും എപ്പോഴും പറ്റൂല, അങ്ങനെയൊക്കെ ഓരോ ചോദ്യം ചോദിച്ചിരുന്നു. ഇതിന് നല്ലോണം മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദിച്ചത് ഇതും ചോദിച്ച് എല്ലാത്തിനും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഖുർആൻ ചോദിച്ചു. അതിന് ഞാൻ ബാലുശ്ശേരിനെ ക്ലിപ്പിട്ടു. അതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടും എനിക്കില്ല. പിന്നെ ഇതിങ്ങനെ പരക്കെ ചോദിച്ചതുകൊണ്ടാണ് ഓരോ ചോദ്യം ചോദിക്കി. എന്നിട്ട് അതിനെ തുടർന്ന് വാ. എന്തെങ്കിലും ആറാമത്തെ ചോദ്യം വിട്ടാഞ്ഞത്? ഖുർആനിലെ തെളിവ് എനിക്കിപ്പം മാണ്ടേ? അല്ല, ഖുർആനിലെ തെളിവ് എനിക്ക് അങ്ങനെ തെളിവ് എനിക്ക് ഞാൻ കൊണ്ടുവരണ്ടേ? എന്താ എനിക്ക് മനസ്സിലായത്? എനിക്ക് ബാലുശ്ശേരിനെ ക്ലിപ്പിട്ടപ്പോൾ മനസ്സിലായി ഞാൻ അങ്ങനെ തെളിയിക്കേണ്ട ആളല്ലാതെ. അല്ല, ഓലില്ല എന്നാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ പറഞ്ഞു ഒടുങ്ങിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് എനിക്ക് എന്തെങ്കിലും ചോദ്യം ആവർത്തിക്കാതിരുന്നതെന്ന് മനസ്സിലായില്ല. ഇനി 3:20 ഇട്ടത് കൊണ്ടാട്ടോ ഞാൻ 20 ഇപ്പൊ. സഹോദരൻ പറയുന്നത് ഞാൻ എന്താന്ന് മറുപടി, ഒന്നാമത് എന്റെ മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. അപ്പോൾ എന്റെ അജ്മൽ തന്നെയല്ലേ പറഞ്ഞത്, മോന് ആദ്യം എന്ത് ചെയ്യണം, ഉത്തരം പറയണം, ഞാൻ ആദ്യം ചോദ്യം ചോദിക്കണം അല്ലേ മോന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മോനെ ഞാൻ പറയുന്നത്, ഞാൻ നിന്നോട് ആദ്യം ചോദ്യം ചോദിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ കൊണ്ടുവന്ന ആ നിർവചനത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്കത് നിർവചനമല്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കും. കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ള ആ 4 തൂണുകളും എന്തുകൊണ്ടാണ് തൊടാൻ പാടുന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇമാം നബി റഹ്മത്തുള്ള അത് എന്ത് അടിസ്ഥാനത്തിലാണ് സലാത്തുർ റഗായിബ് ബിദ്അത്ത് ആകുന്നത് നിങ്ങൾക്ക് തെളിയിക്കാൻ നിങ്ങളുടെ നിർവചനം കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അസ്രില്ല എന്നുള്ളത് അത് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന എന്നാ പോരട്ടെ, അസല് പോരട്ടെ. പിന്നെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതിൽ എന്തില്ല ഞാൻ തൊടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അസ്ലുൽ ഇബാദാത്തി അൽ മൻഉ ഇല്ലാ ലി നസ്. ഉസൂൽ ഫഖിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്താ അറിയോ, ഇബാദത്തുകൾക്ക് വ്യക്തമായി തന്നെ എല്ലാം ഹറാമാണ്, നസ് സ്ഥിരപ്പെട്ടിട്ടില്ലാതെ. ഇത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് മോനെ. നിനക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലും ആഘോഷം ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടാക്കണം, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം ഉള്ളതല്ല ഇസ്ലാം ദീന്. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തആല എന്താണോ ശറയിലാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണോ ശറയിലാക്കിയത് അതാണ് ദീന്. അതിൽ സ്ഥിരപ്പെട്ടോ നമുക്ക് ചെയ്യാം, സ്ഥിരപ്പെട്ടില്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സാധാരണയായി ഖുർആനിൽ നിന്നും ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ആയത്താണ് എന്ത്, വ്യക്തമായി തന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനം ഖുൽ ബി ഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു വഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് സൂറത്ത് യൂനസിലെ 58-ാമത്തെ ആയത്ത്. ഈ 58-ാമത്തെ ആയത്ത് നബിദിനം റബീഉൽ അവ്വൽ കഴിക്കാം എന്നുള്ളതിന് പ്രാമാണികമായിട്ട് ഏതെങ്കിലും സലഫുസ് സാലിഹ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള അംഗീകൃതമായ പണ്ഡിതന്മാരിൽ നിന്നോ ഒരു വരിയെങ്കിലും, ഒരു വരി നിങ്ങൾ ഈ ചെയ്യുന്നതിന് ഒരു വരി അടിസ്ഥാനമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അടിസ്ഥാനമുണ്ടെങ്കിൽ ഈ ആയത്ത് നിങ്ങൾ തെളിവും കൊണ്ടുവരാറുണ്ട് എങ്കിൽ ഏതെങ്കിലും സലഫുസ് സാലിഹ്യങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാർ ഖുൽ ബി ഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു വഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്നുള്ള ആയത്ത് നിങ്ങൾക്ക് അത് തെളിവായിട്ട് ഈ ഒരു കാര്യത്തിന് തെളിവായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ പറ്റില്ലേ? ഉണ്ടെങ്കിൽ ഏത് ഇമാമാണ് ഇത് നബിദിനം റബീഉൽ അവ്വൽ കഴിക്കാനുള്ള തെളിവായിട്ട് നിങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഏത് തഫ്സീറാണ് നിങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മോന്റെ ആ മിമിക്രി ഒന്നും ഇവിടെ ആവശ്യമില്ല. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം മോൻ എന്ത് ചെയ്യണത്, നന്നായി പഠിക്കണം, കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതല്ലാതെ കേവലം ഈ ചോദ്യങ്ങളൊക്കെ വരുമ്പോ അതിന് മറുപടി പറയാൻ കിട്ടാതെ ഈ രീതിയിലുള്ള ഹസനി ചെയ്യുന്ന കോമാളിത്തരം കൊണ്ടൊന്നും നിങ്ങളുടെ ആ ബിദ്അത്ത് സ്ഥിരപ്പെടുന്നില്ല. കൊണ്ടുപോവാ നിങ്ങൾ ഈ ആയത്ത് കൊണ്ട്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നബിദിനം കഴിക്കാമെന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതൻ സലഫുസ് സാലിഹിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ കൊണ്ടുവരിക. അവസാനം നടത്തിയ കവലപ്രസംഗ അല്ല. എന്തേ ഇനിയിപ്പോ പിന്നെന്താ ചോദിച്ചത്? മൂപ്പര് ഉദ്ദേശം എന്താ വെച്ചാൽ മൂപ്പര് ആയത്തായിട്ട് ചോദിക്കുമ്പോ ഞാൻ പറന്ന് വീണിട്ട് ഖുൽ ബി ഫദ്ലില്ലാഹി എന്നിട്ട് ഓതിയോടുന്ന മൂപ്പര് വിചാരിച്ചല്ലേ. എനക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടായില്ലേ. അതൊക്കെ കണ്ടറിഞ്ഞിട്ടാണ് സുഹൽക്ക ഞാനേ എന്തിനാ ഈ വാലും എന്തിക്കുന്നൊക്കെ എന്തേത്തിന് നിശ്ചിത തന്നെയാണ്. ഈ ആയത്തോതണം കുറെ ഇരയൊക്കെ കൂടി വെക്കണം. അതിനല്ലേ എനിക്ക് ആയത്തോതന്റെ ആവശ്യമല്ലേ. സൂറത്ത് യൂനുസിൽ 58 തന്നെ ഓതണം. എന്നാ എനിക്ക് അതല്ലാണ്ട് വേറെ ഒതുക്കൂടെ? എന്താ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളതിൽ തെളിവുണ്ടെങ്കിൽ എനിക്ക് അത് ഒതുക്കൂടെ?
യാസീൻ വൽ ഖുർആനിൽ ഹകീം അതിലാ തെളിവുകൾ എനിക്ക് അത് ഒതുക്കിയോളൂ. ഇതുകൊണ്ട് എന്നെ തെളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണ്ടേ? ഞാനല്ലേ തീരുമാനിക്കണ്ടേ ഏതായത്തോണ്ടാ തെളിക്കണ്ടേന്നുള്ളത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആയത്തോണ്ടാ ഞാൻ തെളിക്കണ്ടേ. പക്ഷെ തെളിക്കേണ്ട സ്ഥലമല്ല ഇത്, ഞാൻ തെളിക്കേണ്ടിയില്ല. ആര് പറഞ്ഞു ഏതെങ്കിലും ചന്ദ്രനിൽ നിറഞ്ഞെന്ന് പോലെ പറഞ്ഞല്ലേ. എന്റെ കൂടെ ഉണ്ടാകുന്ന ഫൈസൽ മൗലവി അകലാട്ടൊക്കെ, പിന്നെ അൽഹാബിലെ അതിന്റെ വേറെ രസം. പിന്നെ ഈ റജബിലെ നിസ്കാരല്ലേ സ്വലാത്തുർ റഗായിബ് ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങോട്ട് വിലയിരുത്തിയല്ലേ? അല്ല ചങ്ങായോ, ഞങ്ങൾ ഈ പറഞ്ഞ തഹരീഫിനോട് എതിരാകുന്നുണ്ട്. എങ്ങനെ? ഹദീസിനോട് എതിരാകുന്നുണ്ട്. അല്ല, ഏത് ദിവസമാണ് ഈ പ്രത്യേകമാക്കി നിസ്കരിക്കുന്നത്? അതൊന്ന് പറയും. ചിന്തിച്ചു നോക്ക്. തലച്ചോറിൽ 2 വറ്റ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോറ് ഇങ്ങനെ വെട്ടി മിണുങ്ങുമ്പോൾ 2 വറ്റ ചോറ് തലയുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് സുഹൈലേ, ഏത് ദിവസമാണ് ഈ പ്രത്യേകമായിട്ട് പേര് നിസ്കരിക്കുന്നത്? അത് പോട്ടെ, നമ്മളെ വിഷയം അതൊന്നുമല്ല. ഇങ്ങനെ അതിലെങ്ങനെ വലിച്ചുകൊണ്ടുവരികയോ അതിന് ഞാൻ വന്നില്ല. പിന്നെ എൻ്റെ ഇത് ആയത്തായിട്ട് ചോദിച്ചാൽ ഞാൻ എൻ്റെ വയ്യാക്ക് വന്നിട്ട് ഇങ്ങനെ പറന്ന് ചാടി വീണ് ഉൽ ബിഫദില്ലാഹി ഓതി ആറാട്ടുണ്ടാക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നില്ല മോനെ. ഞങ്ങൾ ആയത്തോതേണ്ടി പോലല്ല. കാരണം ഞങ്ങളെ വാദം അല്ലാന്ന് വാദിക്കുന്ന പോലെ അങ്ങനെ തെളിവ് കൊണ്ടുവരേണ്ടത് ഇല്ലാന്ന് ആര് പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞല്ല മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞല്ല സക്കരിയ സലാഹി പറഞ്ഞു, പിന്നെ ആര് പറഞ്ഞ് മുജാഹിദ് ബാലുശ്ശേരി, ഫൈസൽ മൗലവി, പിന്നാര് നിങ്ങള് മൂകപത്രായ ഇസ്ലാഹ്. എന്നോട് ഞങ്ങൾക്ക് തെളിവ് ഒന്നും ഓതേണ്ടിയില്ല. കുൽബി ഫദ്ലില്ലാഹി ഓതേണ്ടിയില്ല, കുൽഹുവല്ലാഹു ഓതേണ്ടിയില്ല, യാസീൻ ഓതേണ്ടിയില്ല, ഒരു ആയത്തും ഞങ്ങൾക്ക് ഓതേണ്ടിയില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ അല്ലാന്ന് വാദിക്കുന്നതിലാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. നിങ്ങളാണ് കൊണ്ടുവരേണ്ടത്. പിന്നെ ഷുക്കൂറിനെ തൽക്കാലം നമ്മൾ റിമൂവ് ആക്കുകയാണ്. കാരണം അവന് എത്രയോ വട്ട ഈ കളി കളിക്കുന്നത്. അപ്പോൾ ഷുക്കൂർ എനിക്ക് അടങ്ങി നിന്നാൽ നല്ലത്, ഇടയ്ക്ക് കയറി ഇത് ഇടുന്നത് നല്ലതല്ല. ഓക്കെ. അപ്പൊ പിന്നെ നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്റെ 8ാമത്തെ ചോദ്യം എന്താ? ഈ ആയത്തോതാനാണ്. ആയത്തിന്റെ ഇന്ന ആയത്തോണ്ട് നിങ്ങൾ തെളിക്കാനാകും. എനിക്ക് ആ ആയത്തോണ്ടല്ല തെളിക്കാൻ സൗകര്യമെങ്കിലോ, എനിക്ക് വേറെ ആയത്തോണ്ടാണെങ്കിലോ? അല്ല, ആണെങ്കിലാണ് ഞാൻ ചോദിച്ചത്. ഈ ആയത്തോണ്ട് എന്നെ തെളിയിക്കണമെന്നൊന്നും ഇവിടെ വ്യവസ്ഥയിൽ എഴുതിയിട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള ഏതായത്തോണ്ട്, യാസീനിലേതോ അൽ ബഖറ കൊണ്ടോ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഖുൽ ഹുവല്ലാഹു അഹദ് ഇദാ ജാ ഏതോണ്ട് വേണമെങ്കിൽ എനിക്ക് തെളിയിക്കാം. എന്റെ ഇഷ്ടത്തിന് ഞാൻ തെളിയിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ തെളിയിക്കേണ്ട സ്ഥലമല്ല. കാരണം അല്ലാന്നാണ് എന്റെ വാദം. അല്ലാന്നാണെങ്കിൽ ആയത്തോതേണ്ടത് ഇല്ല. ആയത്തോ ഹദീസോ ഇജ്മാ ഒന്നും ഞാൻ പറയേണ്ടിയില്ല. ആര് പറഞ്ഞു? ആരാ ഞാൻ പഠിപ്പിച്ചെന്നറിയോ? എന്റെ ഫൈസൽ മൗലവി. ആരാ ഞാൻ പഠിപ്പിച്ചെന്നറിയോ? എന്റെ മുജാഹിദ് ബാലുശ്ശേരി. ആരാ പഠിപ്പിച്ചെന്നറിയോ? നിങ്ങൾ അൽ ഇസ്ലാഹി. പിന്നെ ആരാ പഠിപ്പിച്ചത്? സക്കരിയ. അതിനോണ്ട് നല്ലോണം നിന്നോ. എന്റെ ചോദ്യത്തിനൊക്കെ എതിരെ എന്റെ നേതാക്കന്മാരെന്നെതിരാണ്. എന്റെ നേതാവ് എന്താ പറഞ്ഞ ആയത്തിലുണ്ട് എന്ന്. ആയത്തോതിയോ? എന്നിട്ട് ഇപ്പൊ ഏതെങ്കിലും ആയത്തോതിയോ? നീ ആയത്ത് തെളിവല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തോതിയോ നമ്മളെ സഹോദരൻ? ഏതെങ്കിലും ഒരു ആയത്ത് നമ്മുടെ സഹോദരൻ ഓതിയോ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഖൈറുൻ മിമ്മാ യജ്മഊൻ എന്ന് കവലകളിൽ പറഞ്ഞു നടക്കാന്നല്ലാതെ ഞങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ ആ ആയത്തിന് ഒരൊറ്റ മുഫസ്സിറോ ഒരൊറ്റ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരോ അത് അസ്ലുണ്ട് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യം അല്ല. ഈ ആയത്ത് മാത്രമല്ല, ഖുർആനിലെ മുഴുവൻ ആയത്തിൽ എടുത്താലും ഒരൊറ്റ ആയത്ത് പോലും റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം കൊണ്ടാടാൻ അതിന് അസ്ലുണ്ടെന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. സാധ്യമുണ്ടെങ്കിൽ ഒരു ആയത്ത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കൊണ്ടുവരണം, സമർപ്പിക്കണം. എന്നിട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സലഫുസ് സാലിഹീങ്ങൾ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം ആഘോഷിക്കാൻ അടിസ്ഥാനപരമായ തെളിവ് ആണ് എന്ന് പറയുന്ന ഒരു വരി നമ്മുടെ അജ്മൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ സാധാരണയായി കൊണ്ടുവരുന്ന ആയത്താണ്, നിങ്ങൾ കവലകളൊക്കെ നിങ്ങൾ പറയുന്ന ആയത്താണ്, നിങ്ങൾ ആളുകൾക്ക് പറയുന്ന ആയത്താണ്. പക്ഷെ ഞങ്ങളുടെ മുന്നിൽ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാൻ നിങ്ങൾ തൊള്ള തുറക്കാൻ കഴിയില്ല എന്റെ മോനെ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരൊറ്റ മുഫസ്സിർ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരൊറ്റ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരൊറ്റ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ സലഫുസ് സാലിഹീങ്ങൾ പറഞ്ഞിട്ട് ഒരൊറ്റ പണ്ഡിതനും അങ്ങനെ ആ രീതിയിൽ വിശദീകരിച്ചിട്ടില്ല എന്നുള്ളത് മോൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറയാനുള്ളത് ഇനി അടുത്തത് വ്യക്തമായി തന്നെ ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് ഒരു ഫത്വ കൊടുക്കുന്നുണ്ട്. എന്താ ഫത്വ കൊടുക്കുന്ന അറിയോ? ഈ മൗലീദിന് ആ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാനും അതുപോലെ ചെലവഴിക്കാൻ കഴിയുമോ കഴിയില്ലേ, അത് പറ്റുമോ പറ്റില്ലേ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നു, അന്ന ഇഖാമത ലൈലത്തുൽ മൗലിദി അലൽ വസ്ഫിൽ മൗഹൂദി ബൈനൻ നാസി ബിദ്അത്തുൻ മുഹ്ദസ വകുല്ലു ബിദ്അത്തിൻ ളലാല. എന്താണ് ഇന്ന് സാമ്പത്തികമായ ജനങ്ങൾക്കിടയിൽ മൗലിദിന്റെ രാത്രി നിർവഹിക്കപ്പെടുന്നത്
പുതുതായി ഉണ്ടാക്കപ്പെടുന്ന ബിദ്അത്താണ്, ബിദ്അത്തുൻ മുഹ്ദസ. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് കൊടുക്കുന്നു, വകുല്ലു ബിദ്അത്തിൻ ളലാല എന്നുള്ളതും അദ്ദേഹം കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ഫൽ ഇൻഫാഖു അലാ ഇഖാമത്തിൽ ബിദ്അത്തി ലാ യജൂസു. എന്താണ് ഒരാൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് അനുവദനീയമല്ല. ഇനി ആരെങ്കിലും അത് വസിയത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ്, അത് എന്ത് ചെയ്യണം, അത് ആ രീതിയിൽ ഖാളി അതിനെ ദുർബലപ്പെടുത്തണം എന്ന് വ്യക്തമായി തന്നെ ഇവിടെ ഇമാം ഷാത്തിബി റഹ്മഹുല്ല ആ കാര്യത്തെ പറ്റി, മൗലിദ് ആഘോഷത്തെ പറ്റി കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തുന്നു. നിങ്ങളുടെ വാദപ്രകാരം ഇമാം ഷാത്തിബി റഹ്മഹുല്ലക്ക് ഇമാം ഷാഫിയുടെ നിർവചനം മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ? അതോ ഇമാം ഷാത്തിബി റഹ്മഹുല്ല എന്താണ് വെറുതെ ഇങ്ങനെ തൊള്ള തോന്നി പറഞ്ഞതാണോ അല്ലേ? അതോ ഇമാം ഷാഫി റഹ്മഹുല്ലയുടെ ഒക്കെ ഈ നിർവചന പ്രകാരം ഇത് ശരിയാവുന്നില്ല എന്നാണ് നിങ്ങളുടെ വാദപ്രകാരം? അതൊക്കെ വ്യക്തമായി തന്നെ എന്റെ അജ്മൽ മോൻ എന്ത് ചെയ്യാം, ഉത്തരം പറയാ. മാത്രമല്ല, നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഖുർആനിലെ ഒരു ആയത്ത് ഈ ഒരു കാര്യത്തിന് അടിസ്ഥാനപരമായിട്ട് ഒരു അസ്ലുണ്ട് എന്ന് നിങ്ങൾ ഓതുകയാണെങ്കിൽ ആ ഓതിയ നിന്റെ തൊള്ള പോരാ, മറിച്ച് ആ ഓതിയിട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ സലഫ് സാലിഹിൽപ്പെട്ട പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനിച്ചതും ഇവിടെ മോന് കൊണ്ട്. സുഹൈൽക്ക അഞ്ഞ റൂട്ടിൽ കൂടെ കിട്ടണില്ലല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച? ഇതൊക്കെ ആദ്യം തന്നെ നമ്മൾ ഇതേ നിങ്ങൾ മാത്രം നല്ല ബുദ്ധിയുള്ളവരും ബാക്കിയുള്ള ഞങ്ങളൊക്കെ പൊട്ടന്മാരും അല്ല കേട്ടോ. ഇനി ഉദ്ദേശിച്ചില്ലേ ആയത്തങ്ങ് ഓതി തരുമ്പോ ഞാൻ വേഗം ആയത്ത് പറന്ന് വീണ് ഓന്നു കൊല്ലുബി ഫضലിലായി. പിന്നെ അയിമൽ ഇങ്ങനെ ചുറിഞ്ഞ് 4 തവാഫ് ചെയ്താല് അപ്പോൾക്ക് സമയം 15 അങ്ങ് കയ്യൊന്ന് ഇനി പൂതി വെച്ചിട്ടുണ്ടെങ്കിലേ അത് പൂതിയായിട്ട് മനസ്സിലവിടെ നിന്നോട്ടെ മോനെ കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും വന്നില്ല. പിന്നെ പറയാണ് ഇത് ഈ ആയത്തോത് ഇത് തന്നെ ഓതുന്നില്ലെങ്കിലോ ഞങ്ങൾക്ക് ഓതന്റെ ആവശ്യമില്ല എന്ന് ആരാ പറഞ്ഞ? മുജാഹിദ് ബാൽ ശരിയാണ്. ഇനി അംഗീകരിക്കൂലേ? അല്ല ബാല് നിങ്ങളിപ്പോ ഇനി പേയിലാണ് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല സംഘടന പറ്റൂന്നോ പറ്റൂലെന്ന്. ഇപ്പൊ കൊല്ലം കുറെ ഞങ്ങൾ ഇത് ഒരു കൂട്ടി നടന്ന് സംഘടനയും സമ്മേളനവും എല്ലാ ജാതിയും കളിയും കളിച്ചിട്ട് ഇപ്പൊ സംഘടനയും പറ്റൂലെന്ന് എന്തല്ലോ ഒരു കളിങ്ങൾ ഉണ്ട്. സക്കരിയയും ബാലുശ്ശേരിയും തമ്മിൽ ഇങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ബാലുശ്ശേരിയാണ് ഞാൻ പഠിപ്പിച്ചത്. ഇനി കഴിഞ്ഞ 4 ദിവസം മുമ്പല്ലേ ഇടപ്പല ചെന്നിട്ട് ഈ അകലാടി എന്ന് സംവാദം നടത്തി എന്റെ ഒപ്പം ഇരുന്ന ആളല്ലേ ഫൈസൽ മൗലവി? അല്ലേ പാറിങ്ങോട്ട് അല്ലേ? ബാലുശ്ശേരി ഞാൻ അംഗീകരിക്കുന്നില്ലേ? ഫൈസൽ മൗലവി എന്റെ ഒപ്പരം നിന്നിട്ടില്ല. എന്നിട്ട് അല്ല അതിലും വലിയ രസം വേറൊന്നും ഇട്ടിട്ട് അകലാട്ട് മാങ്കോസ്മന്റതിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനെതിൽ പറയാം നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ മുല്യാരി. അപ്പൊ പറഞ്ഞു സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളൊന്നും അല്ല എന്നങ്ങ് പറഞ്ഞു. എന്നാ പിന്നെ നല്ല സുഖല്ലേ? ബുഖാരിയാണ് ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ ബുഖാരി ഒന്നും അല്ല, ബുഖാരി മാവിന്റെ അല്ല. നല്ല സുഖാണല്ലേ മറുപടി അറിയാന്. ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ഇങ്ങനെ വന്നല്ലോ, മാതൃഭൂമി പത്രം ഇങ്ങനെ ഒന്നും ഇറക്കിയില്ല. അപ്പൊ ഇത് കാണുന്നതോ ഇത് മാതൃഭൂമി ഇറക്കിയല്ല. നല്ല സുഖാണല്ലോ മറുപടി അറിയാൻ. ഇഞ്ചാതി മറുപടിയും എങ്ങനത്തെ കളിക്കുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ പോരണം നിങ്ങൾ പൂയച്ചില്ലെങ്കിൽ നടക്കൂല മൗലവി. ഞങ്ങൾ ആയത്തോതിന്റെ ആളുകളല്ല, ഞങ്ങൾ ആയത്തോതിന്റെ അല്ല, ഞങ്ങൾ ഹദീസും പറയണ്ടല്ലോ, ഇജ്മാവും പറയണ്ടല്ലോ, ഖിയാസും പറയണ്ട. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിലവിളിക്കാണ് ഈ പറഞ്ഞാലൊക്കെ എനിക്ക് ഇങ്ങനെ നെഞ്ഞത്ത് കിതക്കുന്നത് റെക്കോർഡ് കേൾക്കുന്നുണ്ട്. സുഹൈൽക്കാ നിങ്ങളോട് പറയാ കേട്ടോ, റെക്കോർഡിൽ നല്ലോണം കേൾക്കുന്നുണ്ട് നിങ്ങൾ കിതച്ച് കളിക്കുന്നത്. എന്തിനൊക്കെ ഇതൊക്കെ നല്ലോണം ബാലുശ്ശേരിന്റെ ക്ലിപ്പും നെഞ്ഞത് കൊണ്ടിട്ടുണ്ട്. പിന്നെയും പറയും ഞാൻ പറഞ്ഞു അതിന് ആയത്തോതിന്റെ ആവശ്യമില്ല. കാരണം ബാലുശ്ശേരി പറഞ്ഞാൽ പിന്നെ ബാലുശ്ശേരി പറഞ്ഞ ഇപ്പൊ തൊടുന്നേല്ല, തൊടാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു വള്ളിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തൊടൂലേ? നിങ്ങൾ തൊടാൻ പൂതില്ലാഞ്ഞിട്ടാ? ബാലുശ്ശേരി നിങ്ങൾക്ക് ഇഷ്ടക്കേടെല്ലാം കൊണ്ട് നിങ്ങൾ തമ്മിൽ തെറ്റിയിട്ടാ? അല്ലല്ലോ, തമ്മിൽ തെറ്റിയിട്ടൊന്നല്ലല്ലോ. തോടാനൊരു വള്ളി പുള്ളില്ലാതെ മൂപ്പരെന്നാ കൂറുകാൻ തന്നെ പഠിപ്പിക്കേണ്ടതാ. ആയത് ഇഞ്ഞോടല്ലോ ചോദിക്കണ്ടേ? ആട്ടി ചോദിച്ചു നോക്ക്. ഇല്ലാന്ന് അറിയുന്ന ആയത്തില്ല. നിങ്ങൾ ഏതായത്തിണ്ടാ പറഞ്ഞേന്ന്? ഒന്ന് ചോദിച്ചു നോക്ക് ബാലുശ്ശേരിനെ വിളിച്ചിട്ട്. പിന്നെയും മൂപ്പര് പറയും. അപ്പൊ ഞാനത് പറഞ്ഞിട്ട് ബാലുശ്ശേരിനൊന്നും ഇത് ഗണ്ണിക്കാനൊന്നും മൂപ്പരില്ല. പിന്നെയും ചോദിക്കുകയാണെങ്കിൽ ഇതൊന്നും ആയത്ത് ഓത്. ഇന്ന് നിലോത്സവം കൊണ്ടൊന്നും കാര്യമല്ല, എനിക്ക് അതൊന്നും ആവശ്യമില്ല. ആര് പഠിപ്പിച്ച്? ഫൈസൽ മൗലവി എന്റെ ആള്. പിന്നെ ആര് പഠിപ്പിച്ച്? മൗഷാഹിദ് ബാലുശ്ശേരി എന്റെ നേതാവ്. പിന്നെ ആര് പഠിപ്പിച്ച്? സക്കരിയ സലാഹി. മറ്റേ പൊട്ടത്തരം അതിനെ വീടുവായിട്ടെന്നാണ് അനീഫിനോട് പറഞ്ഞത്. ഇപ്പരെ ക്ലിപ്പെടുത്ത് നോക്ക്. പിന്നെ ആര്? നിങ്ങളെ മുഖപത്രോ? ഞാൻ അതൊക്കെ അംഗീകരിച്ചു. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ പ്രമാണല്ലേ മക്കളെ? പ്രമാണല്ലേ? നിങ്ങൾ പറഞ്ഞില്ല എന്നറിയ നിങ്ങൾ തെളിവ് അറിയണ്ട. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രമാണത്തിന് മേലല്ലേ കളി. ഞാനത് അംഗീകരിച്ചു. എനിക്ക് ഈ ആയത്ത് ഒന്നും ഓതേണ്ട ആവശ്യമില്ല. ആര് പഠിപ്പിച്ചു? നിങ്ങൾ പഠിപ്പിച്ചു. ഞാനത് അംഗീകരിക്കുന്നു. ഈ ആയത്ത് ഞാൻ ഓതുന്നില്ല. പിന്നെ ഇങ്ങനെ വയ്യെ കൂടി നിലവിളിച്ചിട്ടൊന്നും കാര്യമല്ല. കുൽബി ഫദ്ലില്ലാഹി ഓത് സാബിറേ, ഓത് അജ്മലേ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ അത് ഓതുന്നില്ല. ഞാൻ ഓതന്റെ അല്ല, ഞാൻ നഫീന്റെ ആളാണ്. ഇല്ല എന്നുള്ള വാദിക്കാനാണ്, അല്ല എന്നുള്ള വാദിക്കാനാണ്. ഞാൻ ഓതന്റെ ഇല്ല. ഓനിക്കിപ്പോ റൂട്ടും ബസ്സും പിന്നെ കാറൊക്കെ ഇപ്പൊ വേണ്ടത്. അങ്ങനെയൊന്നല്ല മോനെ. നമ്മളിവിടെ
ആളുകൾക്ക് ഈ കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമോ കഴിയില്ല. നിങ്ങൾ സാധാരണയായി കുറെ തെളിവുകളൊക്കെ കൊണ്ടുവരാറുണ്ട്. നിന്റെ ഉത്തരത്തിന്റെ സമയത്തെങ്കിലും നീ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോ പറയാനാ? ഈ സംവാദം കഴിഞ്ഞ ശേഷം പിന്നെ കുറെ പറയാം. അതിനാണായിട്ട് കാര്യമില്ല. അത് ഏതെങ്കിലും ആണുങ്ങളല്ലാത്ത ഏതെങ്കിലും ആൾക്കാർ എന്ത് ചെയ്യും നിങ്ങൾ പറയാം. ആണുങ്ങളാണെങ്കിൽ ഈ പറയപ്പെടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ തെളിവ് കൊണ്ടുവരണം, സമർപ്പിക്കണം, അതിന് തയ്യാറാകണം. അതല്ലാതെ ഒരിക്കലും എന്തല്ല, നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ കുറച്ച് കമന്റ് അടിച്ചിട്ടോ കുറച്ച് കളിയാക്കിയിട്ടോ ഒക്കെ സമയം കളഞ്ഞ കാര്യമില്ല. മോനെ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ഇത് കൊണ്ടുവരാം. അടുത്തത് ഇവിടെ വ്യക്തമായി തന്നെ ഇമാം ഷാത്തിബി റഹ്മഹുല്ലാ ഇത് ബിദഅത്താന്ന് പറഞ്ഞു, അങ്ങനെ ചെലവഴിക്കാൻ പാടുന്നുണ്ട്. ഇമാം ഷാത്തിബി റഹ്മഹുല്ലാ ഒരു ബിദഅത്തിന് തഅരീഫ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇബാറത്ത്? അൻ തരീഖത്തിൻ ഫിദ്ദീനി മുഖ്തറഅത്തുൻ തുദാഹി ശർഇയ്യ യുഖ്സദു ബിസ്സുലൂകി അലൈഹ അൽ മുബാലഗതി ഫി തഅബ്ബുദി ലില്ലാഹ്. അതെനിക്ക് ഇനിയിപ്പോ അർത്ഥം വെക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അർത്ഥം ഞാൻ വെച്ചുതരാം. പക്ഷെ ഇതാണ്, ഇത് വ്യക്തമായി തന്നെ ബിദഅത്തിന്റെ തഅരീഫ് ആണെന്നുള്ളത് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഈ താരീഫ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഈ പറയപ്പെടുന്ന താരീഫ് തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅത്തുൻ തുദാഹി ശർഇയ്യ യുഖ്സദു ബിസ്സുലൂകി അലൈഹ അൽ മുബാലഗതു ഫി തഅബ്ബുദി ലില്ലാഹ് എന്ന് പറയുന്ന ആ നിർവചനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അംഗീകരിക്കുന്നുണ്ട് പറയാം. ഇല്ലെങ്കിൽ എന്താണ് ആ നിർവചനത്തിലെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ കൊണ്ടുവരണം. ബിദ്അത്തിന് വ്യക്തമായി തന്നെ നിർവചനം പറഞ്ഞതാണ് അദ്ദേഹം. എന്നിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളിപ്പോ ആയത്ത് ഒരൊറ്റണം ആയത്ത് കൊണ്ടുവരുന്നില്ല, പിന്നെ എപ്പോ ആയത്ത് ഓതാനാ? എപ്പോ ഞങ്ങളില്ലാത്തപ്പോ ആരുടെയെങ്കിലും ഏതെങ്കിലും പാവങ്ങളെ പോലെ ആയത്ത് ഓതാനാ? ഒരിക്കലും എന്തല്ല പറ്റില്ല. പിന്നെ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി ഒരു കാര്യം കൂടി നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് പറയുന്നുണ്ട്. എന്താ പറയുന്നറിയോ? അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ പോലത്തെ മുബത്തദീങ്ങളും അതുപോലെ മുത്തശാബിഹായ ആയത്തുകൾക്കൊക്കെ ആ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ അയാൾ പറയുന്ന കാര്യമാണ്, ഔ ഹമ്മലൽ ആയാതി മാ ലാ തഹമ്മലുഹു ഇൻദ സലഫിസ് സാലിഹ്. ആയത്തുകളൊക്കെ സലഫുസ് സാലിഹീങ്ങൾ മനസ്സിലാക്കാത്ത രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഔ തമസ്സക ബിൽ അഹാദിസിൽ വാഹിയ, കള്ള ഹദീസുകളൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവരൊക്കെ വ്യക്തമായി തന്നെ എന്താണ്, അവർ സലഫുസ് സാലിഹ് ഇങ്ങനെയാണോ ആയത്ത് മനസ്സിലാക്കിയത്, ആയത്ത് രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ സലഫുസ് സാലിഹ്കൾ ഏതെങ്കിലും ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് നിങ്ങൾ ഈ പറയപ്പെടുന്ന നബിദിനത്തിന് അത് നബിദിനം കഴിക്കാൻ അടിസ്ഥാനമുണ്ടെന്ന നിലക്ക് ഏതെങ്കിലും ഒരായത്ത് നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ കഴിയില്ലേ? കഴിയുമെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഓതിയിട്ട് ഏത് പണ്ഡിതനാണ് അതിന് അടിസ്ഥാനമുണ്ടെന്നുള്ളത്, ഇന്ന ആയത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെന്തെങ്കിലും മോൻ എന്ത് ചെയ്ത് പോയി കിടന്ന് ഉറങ്ങിക്കോ. മോനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ മോനെ ഈ സംവാദത്തിലല്ല, സംവാദത്തിന്റെ പുറത്ത് മയക്ക് കെട്ടി സംസാരിക്കുകയാണെങ്കിൽ മോൻ അവിടെ ചെയ്തോ. പക്ഷെ ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. വല്ലാഹി എനിക്ക് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെ ഒരു കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നീ അടുത്ത പ്രാവശ്യം മോന് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ പറയാം. അടുത്ത ചോദ്യം ചോദിച്ചത് ഷാത്തിബിയാണ്. പിന്നെ മൂപ്പര് റൂട്ട്, ബസ്, കാറ് കളിയാണ്. എനിക്ക് പ്രായം നോട്ടിക്കോളി, അതൊക്കെ കളിക്കും. അത് സാറില്ല കേട്ടോ. പിന്നെ അത് പോട്ടെ, ബസ് നിങ്ങൾ ഇത് കവലപ്രസംഗവും തമാശയും പറഞ്ഞിരിക്കുന്നത് നേരല്ല. ഇത് നേരെ 2:30. ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങിയാൽ തന്നെ 1.5 മണിക്കൂർ കിട്ടും. ഇനി ഉണ്ടല്ലോ 10. ഇതാ പോട്ടെ. പിന്നെ നിങ്ങളെന്താ പറഞ്ഞത്? ഒന്ന് ഷാത്തിബിൻ്റെ ഇബാറത്താ. ഷാത്തിബി ഏതാ? ഷാത്തിബി ആരാണ്? അല്ല അതുമല്ല കിട്ടല്ലേ. മൂപ്പരെ ഞങ്ങൾ അംഗീകരിക്കുന്ന ആളാണോ അല്ലേ? എല്ലാവരും ഇക്കാലം വരെ ആരൊക്കെ മുമ്പ് കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ഞങ്ങൾ അംഗീകരിച്ചോളണം എന്നില്ല. ഞങ്ങൾ അംഗീകരിച്ചോളന്നില്ല. പിന്നെ ഈ സുയൂത്ത് ഇമാം റളിയല്ലാഹു അൻഹുവിന് വ്യക്തമായിട്ട് ഇതിന് പറഞ്ഞിട്ടുണ്ട്. അബൂ ശാമ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. സുയൂത്ത് ഇമാം റളിയല്ലാഹു അംഗീകരിച്ചു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. അതിന്റെ രണ്ടാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. ഇതുവരെ കഴിഞ്ഞ എല്ലാവരും അംഗീകരിച്ചാണ്. പിന്നെ ഷാത്തിബി ആരാണ് എന്നുള്ളത് ഒന്ന്. ഇനി സുന്നിയ നോക്കുക, എന്നാൽ തന്നെ ഓല ഏതാ മദ്ഹബ്, ഞങ്ങളേതാ മദ്ഹബ്? അതൊന്നല്ല. പിന്നെ മൂപ്പർ ചോദിക്കുന്നത് എന്താ, എനിക്ക് ഒറ്റ ഓതാൻ ധൈര്യം ഉണ്ടോ? അത് അങ്ങനെ ഓതിയാ പോരാ, ഇവിടെ ഓത് ചങ്ങായോ, ഇവിടെ ഓതണ്ടെന്ന് പറഞ്ഞാരാ? ഞാനല്ല, ബാലുശ്ശേരിയാ. ബാലുശ്ശേരിയാ പോലെ ഞാൻ പറഞ്ഞല്ലോ. ഇനി എന്തിനാ ഇഞ്ഞോട് ചൂടായിട്ടും കയത്തിൽ നിലവിളിച്ചിട്ടൊന്നും കാര്യമല്ല. പറഞ്ഞേ ബാലുശ്ശേരിയാണ്. എന്താ എനിക്ക് തൊടാൻ പൂതില്ലാഞ്ഞിട്ടല്ല. ഇനി ഞാൻ ചോദിക്കും, എനിക്ക് തിരിയാൻ ചോദിക്കാം. ഇനി ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ ആ ക്ലിപ്പ് ഇട്ടിട്ട് ബാലുശ്ശേരിനെ വിളിച്ചിട്ട് മൂപ്പർ നിങ്ങളില്ല എന്ന് പറയുന്ന വാദത്തിന് തെളിവ് കൊണ്ടുവരാണെന്ന് ഓർഗാൻ പഠിപ്പിക്കുന്നുണ്ട്, ഒരു പ്രമാണമായിട്ട് പറഞ്ഞിട്ട്
എന്താ ഇനി അതിനൊന്നും തൊടാത്ത സുഹേൽക്കാ? എന്താ ഞാനിങ്ങനെ അധ്വാനിച്ച് പൈസ ചെലവാക്കി ഇന്റെ ബാലൻസ് പോക്കി വിളിച്ചിട്ട് എന്തേ നിങ്ങൾ അതിനൊന്നും തൊടാത്തത്? ഇന്റെ പൈസ മുതലായോ? നിങ്ങളെ ചോദ്യത്തിന് മറുപടി ആയോ? പിന്നെ നിങ്ങൾ ഖുർആൻ എന്തെങ്കിലും ഒന്ന് ഓതുന്ന ഞങ്ങൾ ഓതേണ്ട ആളല്ലാന്ന് ആര് പറഞ്ഞു? ഓതണ്ടാന്ന് നിങ്ങൾ എന്നെ ഓതാൻ പറയുന്നു. നിങ്ങൾ ഓതണ്ടെന്ന് പറഞ്ഞ ബാലുശ്ശേരി സഹോദര, ഓതണ്ടെന്ന് പറഞ്ഞ ബാലുശ്ശേരി. എന്താ നിങ്ങൾ അയിമലൊന്നും തൊടാതെ? നിങ്ങൾക്ക് അയിമ തൊടാൻ പൂതില്ലാഞ്ഞിട്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു വള്ളിപ്പുള്ളി നിങ്ങൾക്ക് തൊടാൻ പറ്റിയ ഒരു ഭാഗം ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയിമലിട്ട് കുതിര കയറി കന്നുകൊണ്ടില്ല. എവിടെ എന്താ നിങ്ങൾക്ക് അതിനൊന്നും മിണ്ടാത്തേ? എന്തേ മിണ്ടാത്തേ? ഇഞ്ച ബാലൻസ് മുതലായോ? ഞാൻ വിളിച്ചത് 5 മിനിറ്റ് ഇഞ്ച പൈസ മുതലായതാണോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, വിനയപൂർവ്വമുള്ള ചോദിക്കുകയാണ്. അങ്ങോട്ട് ചോദ്യത്തിൻ്റെ സമയം അല്ലാന്ന് പറയരുത്. നിങ്ങൾ മണേ മറുപടി പറഞ്ഞാൽ ആൾക്കാർക്ക് തിരിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. എന്തെങ്കിലും മിണ്ടാത്തേ? സഹോദരന്മാരെ, നിങ്ങളൊക്കെ കേൾക്കുന്നില്ലേ? മുജാഹിദുകളും കേൾക്കുന്നില്ല, ഓൾക്കും തിരിയല്ലോ. ബുദ്ധിയുള്ള മുജാഹിദുകളും ഇല്ലേ? എന്താ ഇയാൾക്ക് ഇതൊന്നും തൊടാൻ കഴിയാത്തത്? ഞാൻ മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചാൽ എന്തെങ്കിലും വള്ളിയോ പുള്ളിയോ ഉണ്ടെങ്കിൽ മൂപ്പര് പറയൂലേ? അപ്പൊ അതിലെന്താ പറയുന്നത്? അതൊന്ന് ചിന്തിക്ക്. അതിലെന്താ പറയുന്നത്? സുഹേൽക്ക് എന്താ ചോദിക്കുന്നത്? വൈരുദ്ധ്യം ഉണ്ടോ? വൈരുദ്ധ്യല്ലേ? മൂപ്പര് പറഞ്ഞ നിങ്ങൾ ഇല്ല എന്നല്ലേ? ആയത്ത് വേണ്ടിയതില്ല എന്നാണ് ഇങ്ങോട്ട് ആയത്തോതി സമർക്കുന്നത്. സുഹേൽക്ക് ചോദിക്കുന്നതോ വൈരുദ്ധ്യായില്ലേ? വൈരുദ്ധ്യം ഉണ്ടോ? ഞാൻ വിളിച്ചത് മുതലായോ? അപ്പൊ നിങ്ങളെ ചോദ്യത്തിന് കൃത്യമായിട്ട് 1-ത്തിനും മറുപടി ഇട്ടിട്ടുണ്ട്, 2-നും 3-നും 4-നും നിങ്ങൾ ഇതുവരെ ഏതൊക്കെ ചോദിച്ചാൽ അതിന് മുഴുവൻ മറുപടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആയത്ത് കൊണ്ടുവരേണ്ട കഥ ഞങ്ങൾക്കില്ല. ഒന്ന് ഞങ്ങളെ വാദം നഫിയാണ്, കൊണ്ടുവരേണ്ടത് ബാലുശ്ശേരി നിങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളൊക്കെ പഠിപ്പിച്ചു. രണ്ടാമത്തത് ഞങ്ങൾ പിന്നെ ആയത്ത് കൊണ്ടുവരേണ്ടതില്ല, ഇതിനെതിരുണ്ടോ നോക്കി വെച്ചാൽ മതി എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളെ നേതാവ്. ബാലുശ്ശേരിയുടെ ക്ലിപ്പ് കൊണ്ടുവന്ന് സംസാരിക്കാനാണോ ഇപ്പൊ നീ പത്രകാലം വന്നത്? ബാലുശ്ശേരിയുടെ ക്ലിപ്പ് കൊണ്ടുവന്ന് സംസാരിക്കാനാണോ? നിങ്ങളുടെ ആളുകൾക്ക് ഈ വിഷയത്തിൽ ഒരു തെളിവില്ല സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ബാലുശ്ശേരിയെ കാട്ടിയും വലിയ പണ്ഡിതർ പറഞ്ഞൊരു ഖവായിദ് ഉണ്ട്. ഞാൻ പറഞ്ഞു, അൽ അസ്ലുൽ ഇബാദത്ത് അൽ മൻഉ ഇല്ലാ ലിനസ്സ്. ഉസൂൽ ഫിഖിന്റെ ഏത് കിതാബിൽ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നോക്കാൻ പറയും. ഇവിടെ മറ്റെന്താ അറിയോ? ഒരു കാര്യം ശിർക്കാണോ ശിർക്കല്ലേ എന്നുള്ളതാണ്. അതല്ലാതെ ഈ കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ടോ സ്ഥിരപ്പെട്ടിട്ടില്ലേ എന്നുള്ള ചർച്ചയില്ല. ഒരു കാര്യം ശിർക്കാണോ ശിർക്കല്ലേ എന്നുള്ള ചർച്ചയാണ്. ഇവിടെ അതല്ല. ഇവിടെ ഒരു കാര്യം ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാര്യം ഇവിടെ ശറയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, മറ്റു സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്നാണ്. ആ കാര്യത്തെ പറ്റിയുള്ള ചർച്ച. എന്തിന് നിങ്ങൾക്ക് ഒരു ആയത്തോ ഖുർആനോ ഒന്നും തന്നെ ഒരു അസ്ലും ഇല്ല എന്നാണ് എങ്കിൽ ഇന്ന് മോൻ പോയിട്ട് അവർ കിടന്നു ഉറങ്ങിക്കോ. ഇനി ഉണ്ടെങ്കിൽ മോൻ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ സാധാരണ ആളുകളെ പറ്റിക്കാറുള്ള, ആളുകൾക്ക് നിങ്ങൾ കബളിപ്പിക്കാറുള്ള, ആളുകൾക്ക് നിങ്ങൾ പൊട്ടീസാക്കാറുള്ള ആ തെളിവുകളൊക്കെ ഞങ്ങളുടെ മുന്നിൽ വന്ന് കൊണ്ടുപോവാ. നിങ്ങളത് ആ കാര്യങ്ങളൊക്കെ കേവലം കള്ളത്തരങ്ങളും കബളിപ്പിക്കലും ദുർവ്യാഖ്യാനങ്ങളും ദുർബലങ്ങളും മാത്രമാണ് നിങ്ങൾ തെളിയിക്കും. പക്ഷെ നിനക്കത് കഴിയില്ല. നിനക്കെന്ന് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് സമയം കളയും. പക്ഷെ അതിന് സമയം ഞങ്ങൾ ഇതില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഇനി നിന്റെ പോലത്തെ അതുപോലെ നിങ്ങളുടെ ആൾക്കാരെ പോലെ ചില ജാഹിലീങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ റബീഉൽ അവ്വൽ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കറിയാം. എന്താണ്? ചില ജാഹിലീങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അല റഅസി കുല്ല ഹൗലിൻ വശഹർ റബീഉൽ അവ്വൽ ലൈസ ബിശൈൻ. ചില ജാഹിലീങ്ങളായ നിങ്ങളെ പോലത്തെ അല്ലെങ്കിൽ നിങ്ങളെ പോലെ അപ്പൂപ്പന്മാരെ പോലത്തെ ആയിരിക്കും. എന്താണ് ആ പ്രവർത്തനങ്ങളൊന്നും ഒന്നും തന്നെ അല്ല. എന്താണ് ചെയ്യുന്നറിയാം? വയഖൂമുന ഇൻദ ദിക്രി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് സദസ്സിൽ എണീറ്റ് നിൽക്കും. വയസ്ഉമൂന അന്ന റൂഹു യജി വഹാദിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വരുന്നുണ്ട്, ഹാദിറുണ്ട് എന്നൊക്കെ അവർ പറയുന്നു, വാദിക്കുന്നു. ചില നിങ്ങൾ ആൾക്കാർ വാദിക്കുന്നുണ്ടല്ലോ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ചില പണ്ഡിതന്മാരെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഹാദിറത്തിലുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ ആ ഫസഅമഹും ബാത്തിലുൻ വഹാദൽ ഇഅ്തിഖാദു ശിർകുൻ. ആ വാദം എന്താണ്? അത് ബാത്തിലാണ്, കള്ളത്തരമാണ്. വഹാദൽ ഇഅ്തിഖാദു ശിർകുൻ. അങ്ങനെ ഒരാൾ വിശ്വസിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഞങ്ങളെ മൗലിദ് സദസ്സിൽ വരുന്നുണ്ട് വിശ്വസിക്കുകയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിറെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് എണീറ്റ് നിന്നുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ജാഹിലീങ്ങൾ ഹുവരുടെ വിശ്വാസം ശിർക്കാണെന്നുള്ളത് ഖാളി ശിഹാബുദ്ദീൻ അൽ ഹനഫി റഹ്മഹുല്ലാഹ് അദ്ദേഹം 894 മരണപ്പെട്ടു പോയ ഹനഫികളിൽപ്പെട്ട ഖാളിയാണ് അദ്ദേഹം പറയുന്നു ആ വിശ്വാസം ശിർക്കാണെന്നുള്ളത്. നിങ്ങൾക്കും അതേപോലെ വിശ്വാസങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ആ പണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുമോ അംഗീകരിക്കില്ലേ? ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. നമ്മളെ മോൻ കൊണ്ടുവന്ന നിർവചനം, നിങ്ങൾ കൊണ്ടുവന്ന നിർവചനം ഒന്നും മനസ്സിലായിട്ടില്ലേ? അതുകൊണ്ട് മോൻ പറയണം, ഈ പെടുന്ന പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞ് തെറ്റാണ് എന്ന് നിനക്ക് സമർത്ഥിക്കാൻ കഴിയുമോ കഴിയില്ലേ? അതിനാണ് അടുത്ത ചോദ്യം. മാത്രമല്ല ഇവിടെ ഷാതിബി റഹ്മത്തുള്ളാഹി പറഞ്ഞ കാര്യങ്ങൾക്ക് നീ തൊട്ടിട്ടില്ല. ഷാതിബി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഇബാറത്ത് അത് എന്റെ താരീഫ്
ബിദഅത്തിന്റെ താരീഫ് നിങ്ങൾ തൊട്ടിട്ടില്ല. പിന്നെ എന്തിനാ നീ വന്നിട്ടുള്ളത്? കേവലം ബാലുശ്ശേരിയുടെ ക്ലിപ്പ് എടുത്ത് മിമിക്രി കളിക്കണം. അതിനിപ്പോ തലയെക്കെട്ട് കെട്ടേണ്ട ആവശ്യമുണ്ടോ? അതിനിപ്പോ തലയെക്കെട്ട് കെട്ടി അറബി പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്റെ മോനെ? അതുകൊണ്ട് ആ രീതിയിലുള്ള കോപ്രായങ്ങൾ കൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് മോന് മറുപടി പറയാ. ഈ മോഹങ്ങൾ എല്ലാത്തിനും മറുപടി. അതിന് തലയെക്കെട്ടിട്ടുണ്ടോന്ന തലയെക്കെട്ടിട്ടും വേണ്ട. ഇത് ഏത് പൊട്ടനും നിങ്ങളെ പൊട്ടിക്കാനാവും. അത് തിരിഞ്ഞില്ല നിങ്ങൾക്ക്. തലയെക്കെട്ടും കെട്ടണ്ട മക്കൾ വന്നെച്ചാൽ ഞാനും നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഒന്നാലോചിച്ചു. എൻ്റെ 94 ഡേറ്റ് ഓഫ് ബർത്ത്. 94 എന്നെ തുടക്കത്തിലല്ല, ജൂൺ 25. ഞാനും നിങ്ങൾ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അപ്പം ഞാൻ മതിയോ? തലയെക്കെട്ട് കെട്ടേണ്ടിയില്ല. ഞാനും വേണമെന്നില്ല. എന്നെക്കാളും ചെറിയ മക്കൾ മതിയായി. തലയെക്കെട്ടും കെട്ടേണ്ടിയിൽ ഒന്നും വേണമെന്നില്ല. ഞാൻ തലയെക്കെട്ടിട്ട് പേരുത്ത് കാലം ആയിട്ടുമില്ല. അത് വേറെ. അപ്പം ഞങ്ങളൊന്നും വേണ്ടിയില്ല. അതെനിക്ക് തന്നെ തോന്നുന്നുണ്ടല്ലേ. പിന്നെ പൊട്ടീസാണെന്ന് മോനിങ്ങനെ സുഖത്തിന് ഇങ്ങനെ പറയാ. സമാധാനത്തിന് നല്ലത് കേട്ടോ. മാനസികാന്തന് നല്ലതാണ്, സമാധാനത്തിന് ഒക്കെ നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് ഒക്കെ വിനയത്തിലാട്ടോ ഓർമ്മപ്പെടുത്തുന്നത്. അത് വേറെ. പിന്നെ ബാലുശ്ശേരിൻ്റെ ഇത് കമന്റ് കൊണ്ടുവരാനാണോ വാങ്ങി വന്നത്? അതിന്റെ അർത്ഥം എന്താ? കൊണ്ടുവരണ്ടാന്ന്. കൊണ്ടുവന്നാൽ നമുക്ക് തലവേദന ആണ് അതല്ലേ അതിന്റെ അർത്ഥം? അത് കൊണ്ടുവരില്ല, അത് നമുക്ക് തലവേദന ആണ് അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലേ? അല്ല സുഖേൽക്ക് എന്റേതാ ഇങ്ങനെ പച്ചയിലങ്ങ് പറഞ്ഞാൽ ഇങ്ങനെ ഒളിഞ്ഞുത്തിരുന്ന് എറിയരുത്. ഒളിഞ്ഞുത്തിരുന്നറിയത്. പിന്നെ നേരത്തെ വേറെ എറുകൊണ്ടുണ്ട് അതിൻ്റെ അടുക്ക്. വേറൊരു ഒളിയമ്പൂടിണ്ട് അതിൻ്റെ അടുക്ക്. ബാലുശ്ശേരിനേക്കാളും വലിയ പണ്ഡിതൻ വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം ബാലുശ്ശേരി പറഞ്ഞത് ഇങ്ങ് പറഞ്ഞാളി ബാലുശ്ശേരി പറഞ്ഞത് ഇങ്ങ് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പ്രസംഗിക്കാൻ നാട് നിങ്ങളെ കൊണ്ടുകിടക്കുന്ന ആള് പറഞ്ഞത് ഇങ്ങനെ ഒളിഞ്ഞുത്തിരുന്ന് എറിയന്റെ ആവശ്യമല്ല. ഇതൊക്കെ ആൾക്കാർ കേക്കട്ടെ. നിങ്ങൾ മുജാഹിദുകൾ എന്നെ കേക്കട്ടെ. മുജാഹിദുകളെ കേക്കി നിങ്ങൾ നല്ലോണം ചെവിയോർന്ന് കേക്കി. താടി നീട്ടിയ മാതിരി തന്നെ ചെട്ടിന്ന് നീട്ടിക്കുന്നെങ്കിൽ അവർക്ക് ഒന്ന് വെട്ടി ഒഴിവാക്കി നല്ലോണം കേക്കി. നിങ്ങളെ 2 മൗലവിമാർ തമ്മിലാണ് ഇവിടെ ഖിലാഫാണ്. നിങ്ങൾ 2 വലിയ പ്രധാന മൗലവിമാർ തമ്മിലാണ് ഇവിടെ ഖിലാഫാണ്. ഇന്നെപ്പോലെ അല്ല നിങ്ങൾ ഓൺലൈൻ നേതാവാണ്. നിങ്ങൾ പല സ്ഥലത്തും മസ്കറ്റിനും ആടുമ്പോഴൊക്കെ സംവാദത്തിനൊക്കെ മറുവശത്ത് കുത്തിരുന്ന ആളല്ലേ. അതിനോണ്ടാ പറയുന്നത്. നിങ്ങൾ കേക്കട്ടെ, ആൾക്കാർ നല്ലോണം കേക്കട്ടെ. പിന്നെ മൂപ്പര് പറഞ്ഞ ഷാത്തിബി പറഞ്ഞാലും ഈ തുലാഹി ശരിയാത്താന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തേത്തുക അല്ല. അതിന്റെ അർത്ഥം തേത്തുക. ഞാൻ പിന്നെ ഇബാർത്ത് തുടങ്ങാണ്ടെന്താ നമുക്ക് എതിരുള്ള ഒരു വിഷയവുമില്ല. എതിരുള്ള ഒരു വിഷയവും ഷാത്തിബി അതിൽ പറഞ്ഞിട്ടില്ല. ഒന്ന് ആ ഈ തൈരീഫ് അനി ഇബാറത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇബാർത്ത് ഇപ്പൊ കാണുന്നില്ല. മേലെ എവിടെ ആണ് ഞാനിപ്പോ അത് നോക്കുന്നില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ഞെക്കി പിടിക്കാനല്ലോ. അത് ഞാൻ നോക്കുന്നില്ല. പക്ഷെ അതിലുണ്ടല്ലോ തുലാഹി ശരിയാത്താന്ന്. അതിന്റെ അർത്ഥം തേത്തുക. എന്തേത്ത് അതിന്റെ അർത്ഥം? ഞങ്ങൾ പറഞ്ഞ മുട്ടിയോ? ഞങ്ങൾ പറഞ്ഞ എത്തിയോ? അതിലൊന്നും എനിക്ക് പിടുത്തല്ല സുഹൈൽക്കാ. നിങ്ങൾ അതിലൊന്നും പിടിക്കാൻ കഴിയൂല. ഞാൻ നിങ്ങൾക്കൊന്നും കേൾക്കണം. നിങ്ങൾ ഇക്കൊല്ലത്തിലൊക്കെ ആവും ഞാനും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വല്ല കഥ ഉണ്ടാവുന്നു. കാരണം വലിയ നേതാവല്ലേ, അകലാട് പാടിയവരൊക്കെ പോയേ. പക്ഷേ ഒരു പിടുത്തം നിങ്ങൾക്ക് അതിലൊന്നുമില്ല. ഒറ്റൊന്നുമില്ല. പിന്നെ ആയത്ത് ചോദിച്ചാണ് മൂപ്പർക്ക് ആയ തോന്നണമെന്ന് പൂതി ഉണ്ടായി. പക്ഷെ അത് ബാത്തിലാക്കിയത് ആര്? പിന്നെ ആ ഷിർക്കിന്റെ വിഷയത്തിൽ മാത്രമാണ്. ക്ലിപ്പിൽ അങ്ങനെ ഷിർക്കിന്റെ വിഷയം മാത്രമായിട്ട് പറയുന്നില്ലല്ലോ. ഇല്ല, ബാലുശ്ശേരി അങ്ങനെ പറയുന്നില്ല. നിങ്ങളിങ്ങനെ ഒളിഞ്ഞുത്തിരുന്ന് തുപ്പന്റെ ആവശ്യമില്ല. നേരെ പറഞ്ഞേക്ക്. ബാലുശ്ശേരി പറഞ്ഞൊന്നും കേൾക്കണ്ട. ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ അതും കേൾക്കണ്ട. അങ്ങനെ പറയുന്നൊന്ന് മൂപ്പര് ഒഴിവാക്കി അങ്ങ് പറഞ്ഞേക്ക്. എന്തിനാണ് നിങ്ങൾ ഇക്കളിയൊക്കെ കളിക്കുന്ന? ആൾക്കാർ കേൾക്കൂലേ? കേക്കട്ടെ. അതിനെന്നാ ഞങ്ങൾ കളിക്കുന്നു? നിങ്ങളെ വിവരവും നിങ്ങളെ ഊക്കും ഒക്കെ കാണോ? നിങ്ങൾ സംവാദത്തിന് പെട്ടെന്ന് ഏറ്റെടുത്തില്ല. ഇൻഷാല്ല ഇത് കഴിഞ്ഞ് നമുക്ക് നിശ്ചയാസ വിഷയത്തിലൊരു സംവാദം വേണോ? ഇൻഷാല്ല നിങ്ങളെ കേടത്തി പഠിപ്പിക്കും. ഇൻഷാല്ല ഇന്നത്തെ മാതിരി ഇത് നിങ്ങൾക്ക് പാടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പാടാണ് ഈ സംവാദം. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ സഹോദരൻ നമ്മുടെ അനിയൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ബിദ്അത്തിന്റെ തഅരീഫ് വ്യക്തമായി തന്നെ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി പറഞ്ഞത് അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി പറഞ്ഞു. അതുപോലെ തന്നെ ഖുർആനിൽ ഏതെങ്കിലും അസ്ലുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താണ് ബാലുശ്ശേരി പറഞ്ഞത്, എന്താണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പൊ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒരു കാര്യം മനസ്സിലാക്കണം. ബിദ്അത്ത് എന്തെന്നുള്ളത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വിശദീകരിച്ച് പറഞ്ഞുതരാം. ഫഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബിദ്അത്തിൻ ളലാല മിൻ ജവാമിഇൽ കലിമി. എന്താണ് കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. ലാ യഖ്റുജു അൻഹു ഷൈ, അതിൽ നിന്നും ഒന്നും പുറത്തു പോകുന്നില്ല. വഹുവ അസ്ലുൻ അളീമൻ ഫീ ഉസൂലിദ്ദീൻ, ഉസൂലുദ്ദീനിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. വഹുവ ശബീഹുൻ ബിഖൗലിഹി മൻ അഹ്ദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ഹദീസുകളും ഒക്കെ സാമമായ ഒരു വാചകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബിദ്അത്തിൻ ളലാല ഫകുല്ലു മൻ അഹ്ദസ ഷൈഅൻ. നിഗക ഫകുല്ലു മൻ അഹ്ദസ ഷൈഅൻ. ഇനി ആരെങ്കിലും പുതുതായ ഒരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വനസബഹു ലിദ്ദീൻ, ദീനിലേക്ക് ചേർത്തി പറഞ്ഞു കഴിഞ്ഞാൽ വലം യകുൻ ലഹു അസ്ലുൻ, ഒരു അസ്ലും അതിലില്ലെങ്കിൽ
മിനദ്ദീൻ യർജു ഇലൈഹി, അതിലേക്ക് തിരിഞ്ഞു പോകാൻ ഒരു അസ്ലും ഇല്ലെങ്കിൽ ഫഹുവ വലാല, അത് വലാലത്താണ്. വദ്ദീനു ബരിഉ മിൻഹു, ഇസ്ലാം ദീനാണെങ്കിൽ അതിൽ നിന്നൊക്കെ വിമുക്തമാണ്. വസവാഉൻ ഫീ സാലിക, അത് എന്തൊക്കെ വിഷയങ്ങളാണ്? മസായിലുൽ ഇഅ്തിഖാദ്, വിശ്വാസപരമായ കാര്യമാകട്ടെ, അവിൽ അഅമാൽ അവിൽ അഖ്വാൽ അൽവാഹിറ വൽ ബാത്തിന, അത് ബാത്തിനായ ലാഹിറായ ഖൗലുകളാകട്ടെ അമലാകട്ടെ വിശ്വാസങ്ങളാകട്ടെ, ഇവിടെ ഒരു കാര്യത്തിന് അടിസ്ഥാനം ഇല്ലെങ്കിൽ അത് ബിദ്അത്താണ്. അടിസ്ഥാനം നീ പറയുന്നില്ല, ഇവിടെ ഒരു കാര്യം അടിസ്ഥാനമുണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. അടിസ്ഥാനമുണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം, ഇല്ലെങ്കിൽ അത് ബിദ്അത്താണ്. അടിസ്ഥാനമില്ല ഇല്ലെങ്കിൽ ഏതായത്തെന്ന് പറ, ഏത് ഹദീസ് എന്ന് പറ, ഏത് ഇജ്മാ ഉണ്ടെന്നുള്ള പറ, ഖിയാസ് എവിടെയെന്ന് പറ. ഏതെങ്കിലും ഒരു അടിസ്ഥാനമുണ്ട്. ഞാൻ ചോദിക്കണം, ഖുർആനിൽ ഏത് ആയത്താണ് ഇതിന് അടിസ്ഥാനമുള്ളത്? അപ്പൊ അടിസ്ഥാനം ഇല്ല, അതുകൊണ്ട് തന്നെ ബിദ്അത്താണ്. മനസ്സിലായില്ലേ? അത് ഈ ഷിർക്കല്ല, ഷിർക്കും ഷിർക്കിന്റെ നിർവചനമൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഷിർക്കിന്റെ കാര്യങ്ങളും ഷിർക്കിന്റെ അല്ലാത്ത കാര്യങ്ങളും, ഒരു കാര്യം ഷിർക്ക് എന്ത് ചെയ്യണം? ആ കാര്യം ഷിർക്കിന്റെ മാനദണ്ഡങ്ങൾ എന്താവണം? അതില്ലാതിരിക്കണം. ഇവിടെ ബിദ്അത്ത് ഉണ്ടാവാനുള്ള മാനദണ്ഡം എന്താണ്? അടിസ്ഥാനം ഇല്ലാതിരിക്കലാണ്. അടിസ്ഥാനം ഉണ്ടെങ്കിൽ അത് ബിദ്അത്തല്ല. അടിസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഖുർആനിൽ ഏത് ആയത്താണ്, നിങ്ങൾ ഓതിക്കൊണ്ടുവരുന്ന ഏത് ആയത്താണ് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നബിദിനമായി കൊണ്ടുവരാൻ ആയത്ത് ഓതണം. എന്നിട്ട് ആ ആയത്തിന് സലഫു സാലിഹ്കൾ ആ രീതി മനസ്സിലാക്കി കൊണ്ടുവരണം. ഇത് മനസ്സിലായി നിങ്ങൾക്ക് ഇപ്പൊ ബിദ്അത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഒന്ന് ഷാദി റഹ്മത്തുള്ളാഹി പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് വ്യക്തമായി തന്നെ ജാമിഉൽ ഉലൂം വൽ ഹിക്മ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി തന്നെ എന്താണ് ബിദ്അത്ത് എന്നുള്ളത് വിശദീകരിച്ചു കൊടുക്കുന്നു. അത് വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ, അതുപോലെ തന്നെ അമലുകളാകട്ടെ, അക്വാലുകളാകട്ടെ, അതാ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇത് ഉൾപ്പെടുന്നു. അങ്ങനെ ഉൾപ്പെട്ടാൽ ആ അസ്ലുണ്ടെങ്കിൽ ബിദ്അത്തല്ല, അസ്ലില്ലെങ്കിലോ ബിദ്അത്താണ്. അസ്ലുണ്ടോ കൊണ്ടുവാ മോന് ഇത് പറയും എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അതല്ലാതെ ബാലുശ്ശേരിയുടെ ക്ലിപ്പാണ് 15 റൗണ്ടിൽ പഠിക്കാൻ, നിങ്ങൾക്ക് ബാലുശ്ശേരി വല്ല ഒരു കുന്തം അറിയില്ല എന്നുള്ളത് പറഞ്ഞതിൽ വളരെ ക്ഷമ ചോദിക്കുക. കാരണം വെച്ചാൽ എന്റെ മോൻ ഇത്രത്തോളം ആ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ കോപ്രായത്തിന് കാണുന്നത് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഇത്രയും കാലം നീ ഏത് ഉസ്താദിൽ നിന്നൊക്കെ പഠിക്കുന്ന അല്ലാഹു ആലം, പക്ഷെ ഇങ്ങനെയല്ല ഒരു ത്വാലിബുൽ ഇൽമ് പെരുമാറേണ്ടതും മുനാദറ ചെയ്യേണ്ടതും ആദ്യം. അതങ്ങനല്ല ത്വാലിബുൽ ഇൽമ് പെരുമാറേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ? ബാലുശ്ശേരിന്റെ ക്ലിപ്പ് ഇട്ടപ്പോൾ വലിയ പ്രശ്നം, മൂപ്പരയിൽ എന്തോ തോന്നിയാസം പറഞ്ഞിരിക്കുന്നു. ഞാനൊക്കെ എതിരുണ്ട്, അതല്ലേ ഇപ്പം അതിൽ വലിയ പ്രശ്നമായതിപ്പോ. ഞാൻ അങ്ങനല്ല പെരുമാറേണ്ടി, അങ്ങനെ പെരുമാറും. എന്നെ സൂചിപ്പിക്കാൻ വന്നല്ലോ ഇപ്പം ഇവിടെ. അങ്ങനെ പെരുമാറേണ്ടി അടുത്ത് അങ്ങനെ പെരുമാറേണ്ടി വരും. എന്നെ സൂചിപ്പിക്കാൻ വന്നതല്ല. ഒന്ന് പിന്നെ ഇപ്പം എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ ഒന്ന് ഷാത്തിബില്ലേ, ഷാത്തിബി പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഈ തുലാഹി ശരിയാത്താന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്താ ഇപ്പം അതിൻ്റെ അർത്ഥം? പിന്നെ നിങ്ങൾ മുമ്പ് ചോദിച്ചൊരു ചോദ്യം ഞാൻ വിട്ടുപോയതാണ് മറുപടി, അതിനോട് ഞാൻ ഇപ്പം തന്നെ പറയുന്നു. അതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞേ, റസൂലുള്ള ഹാദിർ ആകുമെന്ന് വിശ്വസിച്ച ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൗലവി റസൂലുള്ള ഹാദിർ ആകുമെന്ന് പറഞ്ഞാൽ ഷിർക്കാണ് അല്ല എന്നുള്ളതല്ല ഇവിടെ ചർച്ച. ഇവിടെ ചർച്ച വേറെ. നിങ്ങൾക്ക് ബോധം ഇല്ലാണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് തൽക്കൊക്കെ 2 തല്ലല്ലേ അപ്പുറം ഇപ്പുറം ഒക്കെ, എന്നാൽ തന്നെ ബോധം കിട്ടും. അതല്ല ഇവിടുത്തെ ചർച്ച. റസൂലുള്ള ഹാദിർ ആകുന്നുണ്ട് എന്ന് വിശ്വസിച്ച ഷിർക്കാണ് അല്ല, ഷിർക്കാണ് എന്ന് ചിലവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഷിർക്കല്ല എന്ന് അറിയുന്നുണ്ട്, അതൊക്കെ പറ്റാത്തതാണെന്ന്. അതൊന്നും അല്ല ഇവിടുത്തെ ചർച്ച കാക്കാ, അതൊന്നും അല്ല ഇവിടുത്തെ ചർച്ച. ഇവിടുത്തെ ചർച്ച നബിദിനം ബിദ്അത്താണോ അല്ലേ എന്നാണ്. നിങ്ങൾ നേരത്തെ ഇട്ടത് അതാണ്. അതിന് മറുപടി അറിയേണ്ട ആവശ്യമില്ല, കാരണം ഈ വിഷയത്തിൽപ്പെട്ടതല്ല. ഞാൻ ആയിക്കോട്ടെ, ഇനി വിഷയത്തിൽപ്പെട്ടതാണെന്ന് കൂട്ടിയാ എന്നായിക്കോട്ടെ. ഞങ്ങൾ എന്നാൽ ഇങ്ങനെ ഹാദിറാവെന്ന് വിശ്വസിക്കുന്നില്ല, എന്നിട്ട് അല്ലാണ്ട് ചെയ്തോളാം. എന്നാ വിധേയത്തിൽ സംഭവിക്കും നിങ്ങൾ? അതല്ലേ പ്രശ്നമോ? അപ്പൊ അങ്ങനെ ഒരു വിഷയം ഇവിടെ നമ്മളെ വ്യവസ്ഥയിൽപ്പെട്ട വിഷയം അല്ലാതെ അതിന് വേറെ അടുത്ത് ഇരിക്കുള്ളൂ. റസൂൽ ഹാദിറാകുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാകുമല്ലേ? അടുത്ത വ്യവസ്ഥ ഇരിക്കുള്ളൂ, നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാമല്ലോ. പിന്നെ അവസാനിട്ടതിൽ അതിൽ ഞങ്ങൾക്കൊരു എതിരുമില്ല. പിന്നെ അവസാനിട്ട കമന്റിൽ നിങ്ങൾ ഒരു തട്ടിപ്പ് കാട്ടി. എന്താന്ന് പറഞ്ഞാല് ബാലുശ്ശേരി പറഞ്ഞത് എന്താന്ന് ഞാൻ ശരിക്കും പറഞ്ഞുതരാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞതോ, എന്നിട്ട് വേഗം ഹദീസൊക്കെ നിങ്ങൾക്ക് കൊടുത്ത ഈലേക്കാട് കിടന്ന് ഒരു കുഴപ്പമില്ല, നിങ്ങളതൊക്കെ വായിച്ചോളൂ, അതിനൊരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞതിന് അസ്ലില്ലെങ്കിലല്ലേ? അസ്ലുണ്ട്. ആര് പറഞ്ഞേ? ഇമാം സുയ്യൂത്തി റളിയല്ലാഹു അൻഹു. നിങ്ങളെല്ലാം പറഞ്ഞിട്ട് കാര്യമല്ല, അസ്ലുണ്ട്. ഇമാം സുയ്യൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നെ ആര് പറഞ്ഞു? അതന്നെ അസ്ല്. സുയ്യൂത്തി ഇമാമൊക്കെ ഒരു വിഷയം അംഗീകരിച്ച അതന്നെ അസ്ലാ, അതന്നെ ഇതിന്റെ അടിസ്ഥാന. ഇമാം സുയ്യൂത്തി തങ്ങൾ അംഗീകരിച്ചു. ഈ ഹദീസിൽ 2 ഹദീസുകൾ തെളിവുണ്ട് എന്ന് ആര് പറഞ്ഞു? മഹാനായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിന്റെ മുസന്നിഫ് പറഞ്ഞു. മഹാനായ
ഈ ഒരൊറ്റ കറാഹത്ത് ചെയ്യാത്ത ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അബൂ ഷാമ റളിയല്ലാഹു അൻഹു ഇത് അംഗീകരിച്ചു. ഇതൊക്കെ അടിസ്ഥാനമാണ്. ഓലൊക്കെ ഇതൊന്നും തിരിയാതെ എനിക്ക് മാത്രം അപ്പം ഇത് തിരിഞ്ഞ് മുത്തഅല്ലിമിന്റെ സ്വഭാവമാണോ അല്ലേ? അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. മുത്തഅല്ലിമിന്റെ സ്വഭാവം എന്താണോ അതൊക്കെ നമുക്ക് കാണാം. എനിക്ക് മാത്രമല്ലല്ലോ തിരിഞ്ഞത്. അപ്പോൾ അബൂ ഷാമ റളിയല്ലാഹു അൻഹു എടുത്തു. അതേപോലെ തന്നെ ഇബ്നുൽ ഹാജർ റളിയല്ലാഹു അൻഹു, ഇവർക്കൊന്നും ആർക്കും തിരിയില്ല. എനിക്ക് മാത്രം അപ്പം ഇത് തിരിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1500 കൊല്ലത്തിനെടുക്ക് എനിക്ക് മാത്രം അപ്പോൾ ഒരു വെളിച്ചപ്പാടുണ്ടായിട്ടോ. അപ്പോൾ അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. സോറി പറഞ്ഞതിലൊക്കെ സോറി. ഞാനോട് അങ്ങോട്ടും പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ സോറിയൊക്കെ പറഞ്ഞല്ലേ പറഞ്ഞത്. വിനയപൂർവ്വം എന്തെന്നൊന്നും അഭ്യർത്ഥിച്ചതല്ലേ പോട്ടെ. അപ്പം ഇവരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്, ഇവരൊക്കെ അസുലുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നില്ല ആയത്ത് കൊണ്ടുവരാന്ന് ബാലുശ്ശേരി പറഞ്ഞിട്ട്. അതിന് മറുപടി അത് തന്നെ, ആയത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല മക്കളെ ആര് പഠിപ്പിച്ചിട്ട് ബാലുശ്ശേരി പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ അതിനെ റദ്ദ് ചെയ്തു. നിങ്ങൾ പറഞ്ഞു നോക്കി ബാലുശ്ശേരി പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഷിർക്കും തൗഹീദും. അതൊന്നും അല്ല വിഷയം. വിഷയത്തേക്ക് ഇങ്ങോട്ട് കിടക്കുക. ബാലുശ്ശേരി എന്താ പറഞ്ഞത് അത് കേൾക്കാൻ ബുദ്ധിയുണ്ട്. എന്താ പറഞ്ഞത് അതൊന്ന് കേൾക്കാൻ ബുദ്ധിയുണ്ട്. പിന്നെ നമ്മളെ ഈ ഷാത്തിബി പറഞ്ഞ ഇനി അർത്ഥം വെച്ചോ, അതിന് മാത്രം നിങ്ങൾ അർത്ഥം വെച്ചില്ല. ഇതൊന്നും അർത്ഥം വെച്ചേരി. ആ ഇബാർത്തൊന്നിട്ട് അർത്ഥം വെച്ചേരി. എന്താണ് അതിൽ പറഞ്ഞത് മൊത്തം വായിച്ച് അർത്ഥം വെക്കി. എന്താ നിങ്ങൾ അത് മാത്രം അർത്ഥം വെക്കാണ്ടെന്ന് ആളെ പൊട്ടീസാക്കൽ ഇവിടെ നടക്കും. അപ്പൊ അസിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അസിൽ എന്താണെന്ന് പറയാനില്ല. അസിൽ ഉണ്ട് എന്നാ ശരി, അസിൽ എന്താന്നുള്ളത് പറയാൻ മോനെ. ഖുർആനിൽ നിങ്ങൾ പറയാറുണ്ടല്ലോ, ആയത്ത് ഓതാറുണ്ടല്ലോ. ഏത് ആയത്താണ്? ഖുർആനല്ലോ നമ്മൾ ആയത്തെ പ്രമാണം. എന്നാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, അടിസ്ഥാനപരമായ അസില് ഉണ്ടെങ്കിൽ അത് ബിദ്അത്തല്ല, ഇല്ലെങ്കിൽ ബിദ്അത്താണ്. ഇതാണ്. അപ്പോൾ നീ ഇതുവരെ ഖുർആനിൽ നിന്നും അടിസ്ഥാനപരമായ ഒരു തെളിവ് നീ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഖുർആനിൽ നിങ്ങൾ അങ്ങനെ ഒരു അടിസ്ഥാനപരമായ തെളിവില്ല, അതുപോലെ നിങ്ങൾ ഓതാറുള്ള ആയത്തുകളൊന്നും ആ അടിസ്ഥാനപരമായ തെളിവല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ നീ നമുക്ക് മനസ്സിലാക്കാം. ഇതല്ലാതെ കേവലം ഈ രാത്രി അന്ത്യപാതർക്ക് മോനെ എന്തിനാണ് ഈ വെറുതെ ഓർക്കൊളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ് ഈ സമയം കളയുന്നത്? അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്റെ മോനെ. ഇനി നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായി തന്നെ ഈ ഒരു കാര്യം ബിദ്അത്താണെന്നുള്ളത് ഒന്നല്ല, ഡസൻ കണക്കിന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡസൻ കണക്കിന് പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളത് കേവലം അവരുടെ ഇച്ഛകാരത്തല്ല, മറിച്ച് ഉസൂലിൽ അങ്ങനെ ഒരു അടിസ്ഥാനം ഇല്ല എന്നുള്ളത് തെളിഞ്ഞത് ഇപ്പോ അൽഹംദുലില്ലാ നിന്റെ ഈ സംവാദത്തിലൂടെയാണ്. കാരണം അടിസ്ഥാനം എവിടെ ഖുർആൻ എന്ന് ചോദിച്ചപ്പോ നിനക്ക് ഉത്തരമില്ല. അടിസ്ഥാനം എവിടെയാണ് ഖുർആനിൽ? നിങ്ങൾ സാധാരണ ഓതുന്ന ആയത്തുണ്ടല്ലോ, നിങ്ങൾ ആ ആയത്ത് നിങ്ങളോട് ഓതാൻ വേണ്ടി പറഞ്ഞപ്പോ, അല്ലെങ്കിൽ അതല്ലാത്ത ആയത്ത് നിങ്ങൾ ഓതാൻ വേണ്ടി പറഞ്ഞപ്പോ നിങ്ങൾക്ക് യാതൊരു നിലക്കും എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഉത്തരം കൊണ്ടുവരാൻ സാധ്യമല്ല. അത് അൽഹംദുലില്ലാ നിങ്ങളുടെ ആ ഒരു ആശയത്തിന്റെ പാപ്പരത്വമാണ്. മോനെ, മരിക്കുന്നതിന് മുമ്പേ ഈ ഒരു വിശ്വാസത്തിൽ നിന്നും നിങ്ങൾ ഇപ്പൊ ഈ നിലനിൽക്കുന്ന വിശ്വാസം ഒരിക്കലും അഹ്ലുസുന്ന വൽ ജമാഅത്ത് അല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർഗം കാണിച്ചു തന്നിട്ട്, അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ, എന്റെ സുന്നത്തിനും അതുപോലെ തന്നെ ഖുലഫാ റാഷിദീനുള്ള സുന്നത്തിനും നിങ്ങൾ മുറുകെ പിടിക്കുക. അദ്ദു അലൈഹ ബിൻ നവാജിസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തോലോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി അസ്ഹാബിന്റെ സുന്നത്തിൽ നിന്നോ നബിദിനം റബീഉൽ അവ്വലിൽ ആഘോഷിക്കാൻ എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ അത് ഹാജരാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെങ്കിൽ കൊണ്ടുപോവാ, ഹദീസ് കൊണ്ടുപോവാ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഈ രീതി സഹാബികൾ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോവാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അഭിപ്രായത്തിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാനും അജ്മൽ സാബിറും എന്ന് പറയുന്ന എന്റെ അനിയനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. നബിദിനം ബിദ്അത്താണോ ബിദ്അത്തല്ലേ, ചെയ്യാൻ പറ്റുമോ പ്രയോഗിച്ചിട്ടില്ലെന്നുള്ളത്. അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയും അതുപോലെ അസ്ഹാബുൽ കാര്യത്തിലും സുന്നത്തിലും എന്ത് ചെയ്യുക, നമ്മൾ മുറുകെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, എന്റെ മോന് കൊണ്ടുപോകുക. അതിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ നമ്മുടെ അജ്മൽ സാബ് എന്ത് ചെയ്യാം, കൊണ്ടുവരിക. ഒന്ന് ഇപ്പൊ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ് അല്ലേ. 2-3 ഉള്ളൂ ഇനി. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു ആയത്ത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്നാണെങ്കിൽ പറഞ്ഞത് ശരിയല്ല. ഞാൻ ആയത്ത് കൊണ്ടുവന്നിട്ടില്ല. ആര് പറഞ്ഞിട്ട്? ബാലുശ്ശേരി പറഞ്ഞിട്ട്. അതിന് റദ്ദ് ചെയ്തിട്ടില്ല. ബാലുശ്ശേരി പറഞ്ഞിട്ട് റദ്ദ് ചെയ്തിട്ട് വേണം എനിക്ക് അടുത്ത ചോദ്യം ആനങ്ങണമെങ്കിൽ എനിക്ക് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണോ, ഇതിനെ ആവർത്തിക്കണമെങ്കിൽ ഇതിനൊരു റദ്ദ് പറയണ്ടേ. എന്നാൽ മുജാഹിദുകൾ എന്നെ വിലയിരുത്തൂല. നിങ്ങളിപ്പോൾ എന്താ ഇപ്പം നമ്മളെ മൗലവി ബാലുശ്ശേരി പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വയലെറിഞ്ഞ് പറ്റിക്കുകയും ചെയ്ത്. പിന്നെ ഷാത്തിബി പറഞ്ഞ വിഭാഗത്ത് വായിക്കാൻ ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് എതിരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നല്ലേ. ഷാത്തിബി പറഞ്ഞ വിഭാഗത്ത് വായിക്കണോ?
എന്റെ ശരീരത്തിനോട് എന്തായാലും അതിന്റെ അപ്പുറം തൊട്ട് മുമ്പുള്ള എന്താ പറഞ്ഞത് ഒന്ന് അർത്ഥം വെക്കി ഞങ്ങൾക്കെതിരാണെങ്കിൽ അതൊന്ന് അർത്ഥം വെക്കി ഈ ഭാരത്തിന്റെ പോട്ടെ. നിങ്ങൾ ഇതുവരെ വെച്ചില്ല, ഞാൻ പലവട്ടം പറഞ്ഞു. അതുപോലെ പിന്നെ അവസാനം പറഞ്ഞത് റസൂലുള്ളാഹിന്റെ സുന്നത്തൊക്കെ മുറുക്കി പിടിക്കണമെന്ന്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഇനാണെങ്കിൽ നമുക്ക് ഇത് ഒരു ലൈക്കൊക്കെ തരാം, അതൊക്കെ ശരി തന്നെയാണ്. വിധിയത്തൊന്നും പറ്റൂല, മോശപ്പെട്ട വിധിയത്ത് പറ്റൂല എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ നബിദിനം അതിൽ പെടൂല. പിന്നെ അസില് ചോദിക്കുകയാണ് എവിടെ ആയത്ത് എവിടെ ഹദീസ്. അതിന് ഞാൻ പറഞ്ഞു ആയത്ത് ഹദീസ് ഒന്നും കൊണ്ടുവരുന്നത് ഞങ്ങളല്ല, കാരണം ഞങ്ങളെ വാദം ഇല്ല എന്നാണ്, നിങ്ങളെ വാദം ഉണ്ട് എന്നാണ്. ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ഇല്ല എന്ന് പറയേണ്ടത്, ഇല്ല എന്നാണോ വാദം കൊണ്ടുവരണ്ടെന്ന് ആര് പറഞ്ഞു? മുജാഹിദ് ബാലുശ്ശേരി. എങ്ങനെ പറഞ്ഞു? വെറുതെ തൊള്ളോ തോന്നിയ പറഞ്ഞു അല്ല, മൂപ്പര് ആയത്താ ഓതിയത്. അൽ ബഖറയിൽ 111-ാമത്തെ വചനം അതിന് തെളിവാണ് പോലോ. ആര് പറഞ്ഞേ? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞേ. പിന്നെ എന്നാലും വേണ്ടില്ല, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓതുന്നു. ഇനി പറഞ്ഞു ഈ ആയത്തിൻ്റെതല്ലേ, ഇനി ആയിക്കോട്ടെ, എന്നെ വെക്കേ എനക്ക് വേണ്ടിയിട്ടല്ലേ, എന്നെ മുട്ടിക്കാൻ ഇത് തന്നെ ഞങ്ങളെ വാദം ഇന്നതാണ്, അതിന് തെളിവ് വേണ്ടതില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു. എന്നാര് പറഞ്ഞു? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു. എന്നെ മുട്ടിക്കാൻ ഇത് തന്നെ മതി, ഇതന്നെ ധാരാളം. ഇനി ഞങ്ങളെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അസ്ലു കൊണ്ടുവരികയാണ്. ഒന്ന് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ എന്ന ആയത്തിന് റഹ്മത്ത് എന്നുള്ളതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ആര്? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. ഇമാം സുയൂത്തി തങ്ങൾ അങ്ങനെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൽയഫ്റഹൂ, അതുകൊണ്ട് സന്തോഷിച്ചോളി എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ സർവ്വനവും പെട്ടു, സർവ്വനവുമാണ് പറഞ്ഞത്. ഫൽയഫ്റഹൂ, നിങ്ങൾ ഫറഹ് ചെയ്തോളി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫറഹായിട്ടാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഫറഹായിട്ടാണ്. ഖുർആൻ ഞങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സഹോദരന്മാരെ മനസ്സിലാക്കിയോളി, സാധാരണക്കാരെ ഇവനെ മുട്ടിക്കാനല്ല ഇപ്പൊ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാ. ഇദ്ദേഹത്തെ മുട്ടിക്കാനുള്ളത് ബാലുശ്ശേരി പറഞ്ഞു, ബാലുശ്ശേരി മുട്ടിച്ചിട്ടുണ്ട്, ഞാനല്ല, അത് ബാലുശ്ശേരി മുട്ടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനിയോ രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്വന്തം ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അറിവ് നടത്തിയിട്ടും ഉണ്ട്. അതിന് ശുക്രായിട്ട്, അതിന് സന്തോഷമായിട്ട് അറിവ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അസ്ലു ഹദീസിൽ ഉണ്ട് എന്നത് ആര് പറഞ്ഞു? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. വേറെ ഒരു അസ്ലു കൊണ്ടുവന്നിട്ടുണ്ട്. ആര്? മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. അത് കൊണ്ടുവന്നത് അൽ ഹവീലുൽ ഫതാവയിലുണ്ട്. തെളിവാ ഞാൻ പറഞ്ഞത്. അൽ ഹവീലുൽ ഫതാവയിലുണ്ട്. ബാബുൽ വലീമ എടുത്തു നോക്കിയോളി, ബാബുൽ വലീമയിലുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുമുണ്ട്. എന്തേ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാൻ പറഞ്ഞത്? ഫീഹി വുലിത്തു, ഞാൻ ജനിച്ചതാണ്, അക്കാരണത്താലാണ്. അതെന്നെ ജന്മദിനാഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നോമ്പ് വെൽക്കുന്നത് അത് നോമ്പല്ലേ മറ്റേ ഇതല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇബ്നുൽ ഹാജർ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞത് ഒരു രൂപത്തിലുള്ള ആരാധനയാണ്, വേറെ പല രൂപത്തിലുള്ള ആരാധന പറ്റൂല എന്നൊന്നും ഇവിടെ ഇല്ല മോനെ. അതിന് ഇബ്നുൽ ഹാജർ റളിയല്ലാഹു അൻഹു അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ഇത് സാധാരണക്കാർക്ക് എങ്ങക്കല്ല, എങ്ങക്കുള്ള. എന്റെ 13ാമത്തെ ചോദ്യം. അപ്പൊ എന്തായാലും ഖുർആനിൽ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമില്ല എന്നുള്ളത് എന്തായാലും നമ്മുടെ സഹോദരൻ അത് പറയുന്നില്ല. കാരണം പറയാൻ കഴിയില്ല. കാരണം ആ കൂടി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ചില സമസ്തയിലെ മൊയ്ലന്മാരാണ്. ആ സമസ്തയിലെ മൊയ്ലന്മാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടിലേക്ക് ചെലിച്ചറിയുമെന്ന് അവനും അറിയാം, അവന്റെ ഉസ്താദുമാർക്കും അറിയാം, ഇവിടെ കേൾട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് പറയാൻ അവന് കഴിയില്ല. ഇലാ യൗമുൽ ഖിയാമ ഖുർആനിൽ ഒരൊറ്റ ആയത്തും നബിദിനം തഴിക്കാനുള്ള ഒരു അടിസ്ഥാനപരമായ തെളിവുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ഇലാ യൗമുൽ ഖിയാമ ഇവർക്ക് സാധ്യമല്ല. പിന്നെ ആ കൂടി എന്തുള്ളത്? അക്കൻ നഫ്സി ബഅദ നബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാ നുബുവത്തിന് ശേഷം അഖീഖ അർത്തു എന്നുള്ളതാണ് ഇപ്പൊ തെളിവ്. അതാര് പറഞ്ഞു? സിയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹാവിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പല പണ്ഡിതന്മാരും പല കാര്യങ്ങളും പറഞ്ഞ് എന്ത് ചെയ്യാൻ കൊണ്ടുവരാം. ഉദാഹരണത്തിന് ഈ ഒരു പ്രവൃത്തിനെതിരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് കൊണ്ടുവരുന്നു. ആര്? മുല്ല അലിൽ ഖാദി റഹ്മഹുല്ലാഹ്. അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം ആഘോഷമാക്കുന്നു. അപ്പോൾ അതിനെക്കാട്ടിയും അഹ്ലുൽ ഇസ്ലാമിന്റെ ആളുകൾ എന്ത് ചെയ്യണം? തക്രീം കൊണ്ടും അതുപോലെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ചെയ്യണം എന്ന വാദത്തെ മുല്ല റഹ്മഹുല്ലാഹ് പറയുന്നു അല്ല, നേരെ തിരിച്ചാണ്. കാരണം എന്ത് ചെയ്യണം? നമ്മൾ അഹ്ലുൽ കിതാബിനെ കാട്ടി എതിർത്തുകൊണ്ട് ചെയ്യണം. ബിമുഖാലഫത്തി അഹ്ലുൽ കിതാബ് ഇമ്മാ യറദ്ദു അലൈഹി അന്ന മഅ്മൂറൂന ബിമുഖാലഫത്തിൽ കിതാബ്. നമ്മോട് കൽപ്പിക്കപ്പെട്ടത് എന്താണെന്നറിയോ? അഹ്ലുൽ കിതാബിന് എതിരായിട്ട് കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് കൊണ്ട് എന്ത് ചെയ്യുന്നു? എതിർത്തുകൊണ്ട് പറയുന്നു. മാത്രമല്ല നിങ്ങളിപ്പോ ഈ ആയത്തും ഹദീസൊക്കെ കൊണ്ടുവന്നല്ലോ. ഈ ആയത്തും ഹദീസൊക്കെ ഹിജ്റ എത്ര ഇപ്പൊ സുയൂത്തി എന്ന് പറഞ്ഞാൽ 200-300 കൊല്ലം മുന്നേ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിന് മുന്നേ ഒരൊറ്റ പണ്ഡിതനും ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടില്ല.
ഒരു പണ്ഡിതനും ഈ രീതിയിൽ വാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഉസൂലിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു കാര്യമുണ്ടെന്ന് അറിയോ? എന്താണ് പറയുന്നറിയോ? ഒരു ലാ യജൂസ് ഇഹ്ദാസു തഅവീലി ഫി ആയത്തിൻ ഔ സുന്ന ലം യകുൻ അലാ അഹ്ലി സലഫ് വലാ അറഫുഹു വലാ ബയ്യനഹു ലിൽ ഉമ്മ. ഒരു ആയത്തോ ഒരു ഹദീസോ സലഫു സാലിഹ്യങ്ങൾ മനസ്സിലാക്കാത്ത രീതിയിൽ, സലഫു സാലിഹ്യങ്ങൾ വിശദീകരിച്ച രീതിയിൽ വിശദീകരിക്കാൻ പാടില്ല. സുയൂത്തിക്ക് മുന്നേ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ഒരു അസ്ല് വെച്ചുകൊണ്ട് പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? സുയൂത്തിക്ക് മുന്നേ ആരെയും കൊണ്ടുവന്ന് തരുമോ? ഇല്ല. സുയൂത്തിയുടെ ശേഷം നല്ല പണ്ഡിതന്മാർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊണ്ട് തന്നെ ഈ ഒരു പരിപാടി അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇബ്നു അബ്ദുൽ ഹൈത്തമിയുടെ ശിഷ്യനായ മുല്ലാ അലി റഹ്മത്തുള്ളാഹി പറയുന്നു. അഹ്ലുൽ ഹദീസിന്റെ ആളുകൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് എതിരായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അവർക്ക് മുഹാലിഫാതായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു. അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്ന കാര്യം വെച്ചാൽ ഒരായത്തും ഒരു ഹദീസും സലഫ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ ആണെങ്കിൽ ഏത് സലഫ് സാലിഹ്യങ്ങളാണ് ഇതേ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്? മാത്രമല്ല, വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, സലഫ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാത്ത ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ രീതിയിലൊക്കെ വ്യാഖ്യാനങ്ങൾ അതുപോലെ കള്ള ഹദീസുകളാണ് ഇതിലൊക്കെ ചെയ്യുന്നത്. ഈ രീതിയിൽ ഈ ബിദ്അത്തിന്റെ ആളുകളാണ്, അതല്ലാതെ സുന്നത്തിന്റെ ആളുകളല്ല. അതുകൊണ്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു അല്ല ഈ ഹദീസ് സലഫു സാലിഹ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? കഴിയും. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ എന്താ പറഞ്ഞത്? സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഞങ്ങൾ കൊടുത്തപ്പോൾ ഒന്നും പറയുന്നില്ല. അതില് നേരത്തെ ബാലുശ്ശേരിനെ കൊടുത്ത മാതിരി തന്നെ ബാലുശ്ശേരിനെ കൊടുത്തപ്പോഴോ ഒന്നും മിണ്ടിയില്ല. ഞാൻ അതിനെ കുറിച്ച് പറയാട്ടോ എന്ന് പറഞ്ഞ് 3 മിനിറ്റ് വയല് പറഞ്ഞു. ആ വയലിലൊന്നും ബാലുശ്ശേരി പറഞ്ഞതിനൊന്നും ഒരു റദ്ദുമില്ല. പിന്നെ ആയത്ത് ഞങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഞാനിപ്പോൾ അറിയുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ. ചങ്ങായിയോ, ഞങ്ങൾ വാദമില്ല എന്നാണ്. ഇല്ല എന്ന് പറയുന്നത് ഞങ്ങൾ ആയത്തും ഹദീസും ഒന്നും കൊണ്ടുവരേണ്ടതില്ല. ആര് പറഞ്ഞു? മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആയത്തുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തേ ഒന്നും മിണ്ടാത്ത സുഹേൽക്ക? എന്തെങ്കിലും ഒന്ന് തൊട്ട് തന്നെ നോക്കണ്ട. നിങ്ങൾ ആൾക്കാരെ ബോധിപ്പിക്കാന്, 4 ബോധിപ്പിക്കാനെങ്കിലും പൊട്ടീസാക്കാനെങ്കിലും തൊട്ട് നോക്കണ്ടേ? ഇവല് നിങ്ങൾ തൊടുന്നില്ല. എന്തെന്ന് ചിന്തിക്കാൻ തലച്ചോറുള്ള മുജാഹിദിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഓൻ ചിന്തിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് പോട്ടെ. പിന്നെ നിങ്ങൾ കുറെ ഇബാറത്തിടുന്നത് എന്താ? നിങ്ങൾ ഷാത്തിബിന്റെ പിന്നെ ഇടാത്ത് അതിട്ട് അർത്ഥം വെക്കി. എന്തെങ്ങളായിട്ട് അർത്ഥം വെക്കാത്ത? അതിട്ട് അർത്ഥം വെക്കണോ? അർത്ഥം വെക്ക്. അതിട്ടിട്ട് അർത്ഥം വെക്ക് ചേരണോ? എന്തേ നിങ്ങൾ വെക്കാത്തത്? അതൊന്നും അറിയേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങൾ കുറേ എണ്ണം ചോദിച്ചാലുണ്ട്. എല്ലാത്തിനും ആളെന്ന് മുറിച്ച് ഞങ്ങൾ പറയണ്ട്. 4 ആളെന്ന് മുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു അല്ലാണ്ട് വേറെ ആരോ പറഞ്ഞിട്ടുണ്ടോ? അല്ല, സുയൂത്തി ഇമാം പറഞ്ഞതിനെ കുറിച്ച് ആയിക്കോട്ടെ. എന്നാൽ സലഫ് ആരും പറഞ്ഞില്ല. അപ്പൊ സുയൂത്തി ഇമാം പറഞ്ഞത് എന്താ? ഈ ഒളിയമ്പാരിക്കതില്ല, നേരത്തെ ബാലുശ്ശേരിക്കതില്ല പറഞ്ഞാതിരേന്. ഇപ്പൊ സുയൂത്തി ഇമാം പറഞ്ഞത് സലഫ് മനസ്സിലാക്കിയതിന് എതിരാണ് പറഞ്ഞതോ? ഒന്ന് പറയും മനുഷ്യന്മാരൊന്ന്. എന്താണെന്ന് വെച്ചാൽ പറയും. തുറന്നിങ്ങ് പറഞ്ഞേക്കാം. എനിക്ക് അങ്ങനെ പൂതി ഉണ്ടെങ്കിൽ സുയൂത്തി ഇമാമിന് എന്നെ ആൾക്കാർ മനസ്സിലാക്കട്ടെ. ഇപ്പൊ എനിക്ക് മാത്രം അപ്പൊ സലഫും ഖൽഫും ഒക്കെ തിരിഞ്ഞ് നല്ല വമ്പേശനായി കുത്തിരിക്കുന്നത് ഇങ്ങനത്തെ മാത്രമേ മണവാള എന്റെ സ്വർഗത്തേക്ക്. അതിനൊക്കെ ആളെ വേറെ നോക്കേണ്ടി വരും സുഹേൽക്ക. അതേ എന്നോട് പറയാനുള്ളൂ. സുയൂത്തി ഇമാം ഇതൊന്നും തിരിഞ്ഞില്ല. പിന്നെ ഒക്കെ തിരിഞ്ഞൊരു മാന്യനുണ്ട്. അത് ഞമ്മള് സ്വർഗത്ത് കോടി അങ്ങ് കയറുകയും ചെയ്യും. ആ പൂതി മനസ്സിലവിടെ വെച്ചേക്കി. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു ഖലഫിനും സലഫിനും എതിരായിട്ട് പറയുന്ന ആളല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം സ്വഭാവം വിളിച്ചറിയാന്നല്ലാതെ, സ്വന്തം സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കാന്നല്ലാതെ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അങ്ങനെ പറയേണ്ടതില്ല. അവർ വിശദീകരിച്ചതായിട്ട് കിട്ടാത്ത ഒരർത്ഥം ഇതിനുണ്ടാവില്ല എന്നുണ്ടോ? എന്നാ പിന്നെ പറയും. ഒരു ആയത്തിന് പോലും മുഴുവൻ വിശദീകരിച്ച് തീർത്തിട്ടില്ല ഒരു സലഫ്. ഒരായത്തിന് ആയത്തിനാണല്ലോ എല്ലാവരും പ്രധാനമായിട്ട് കൂടിയ ഒരായത്തിന് ഒരു അലിഫ് ലാം മീമിന് പോലും മുഴുവനായിട്ട് വിശദീകരിച്ച് വെച്ചിട്ടില്ല. സലഫ് വിശദീകരിച്ച് വെച്ചിട്ടില്ല. അപ്പൊ അതല്ലാതെ അർത്ഥമൊന്നും ഉണ്ടാവില്ല എന്നാ? ആണോ? അപ്പൊ അത് പോട്ടെ. അപ്പൊ അതുകൊണ്ടൊന്നും ഇതൊന്നും ഇവിടെ നടക്കുന്ന കേസല്ല. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു സലഫിന് എതിര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരോപണങ്ങൾ അതൊക്കെ ആൾക്കാർ മനസ്സിലാക്കട്ടെ. ജനങ്ങളെ നിങ്ങൾ ആരൊപ്പരം പോണി? സുഹൈൽ യൂസുഫ് മൗലവി പറയുന്നു സലഫിനെതിരാണ്. അതേ സ്ഥാനത്ത് ഇതിന് അസ്ലുണ്ട്. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു
കേൾക്കണ സാധാരണക്കാരില്ലേ, നിങ്ങള് മുജാഹിദിൽ നന്നാത്ത കുരുത്തക്കേട് കൊണ്ടാണ്. ഓലല്ല നമ്മൾ നന്നാക്കണത്. സുന്നികളായ സുഹൃത്തുക്കൾ ഇത് കേൾക്കണുണ്ടല്ലോ സഹോദരന്മാരെ, നിങ്ങൾ നല്ലോ മനസ്സിലാക്കി. നിങ്ങൾ ആരെ കൂടെ പോയാൽ സ്വർഗത്തൊക്കെ എത്തുമെന്നാണ് നിങ്ങൾ തോന്നുന്നത്? സുയൂത്ത് ഇമാമിന്റെ കൂടെ പോകുന്നോ അല്ല നമ്മളെ ഈ ചക്കരക്കുട്ടന്റെ വയ്യേക്ക് പോണോ? നല്ലോണം മനസ്സിലാക്കിക്കോളി. നമ്മൾ തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അറുത്ത് വിതരണം ചെയ്ത് ജന്മദിനാഘോഷത്തിന് തെളിവ് പറഞ്ഞു കൊടുത്തത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് അടക്കി പറഞ്ഞു. ആ ഉസ്താദിനെ ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു വിധിയത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ ശിഷ്യനായിട്ട് നിൽക്കുവോ ഇമാം നബി തങ്ങൾ? എല്ലാവരും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അപ്പൊ എന്തായാലും ഖുർആനിൽ ഒരു ആയത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലേക്ക് എന്തായാലും ആ ഹദീസിന്റെ ലഫ്ലുൽ പോലും അങ്ങനെ ഒരു കാര്യമില്ല. അതിനെതിരായിട്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മുലൈക റഹ്മത്തുള്ളാഹി പറഞ്ഞു. ഇനി ഇവര് കൊണ്ടുവന്ന ഹദീസിനെ കുറിച്ച് ഇവരുടെ ഏറ്റവും വലിയ നേതാവായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന് മജ്മൂ ശർഹ് അൽ മുഹദ്ദബ് എന്നുള്ള പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറയുന്നു, വഅമ്മൽ ഹദീസുൽ ലദീ സഖറു ഫീ അഖ്ഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഫ്സിഹി ഫറവാഹുൽ ബൈഹഖി ബിസ്നാദിഹി അൻ അബ്ദുല്ലാഹി ഇബ്നു മുഹറർ ബിൽ ഹായിൽ മുഹ്മല വറായിൽ മുഖററ അൻ ഖത്താദ അൻ അനസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ഖ അൻ നഫ്സിഹി ബഅദ അൻ-നുബുവ്വ വഹാദാ ഹദീസുൻ ബാത്തിലുൻ വഹാദാ ഹദീസുൻ ബാത്തിലുൻ ഖാൽ ബൈഹഖി വഹുവ ഹദീസുൻ മുൻകറുൻ. ബൈഹഖി പറയുന്നത് മുൻകറാണുള്ളത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയുന്നത് ഹദീസുൻ ബാത്തിലാണ്. ഇനി വറവൽ ബൈഹഖി ബിസ്നാദിഹി അബ്ദുർ റസാഖ് ഖാൽ ഇന്നമാ തറകു അബ്ദുല്ലാഹി മുഹറർ ബിസബബി ഹാദൽ ഹദീസ്. ഈ പറയപ്പെടുന്ന അബ്ദുല്ലാഹി മുഹറർ എന്ന് പറയുന്ന ആള് ഈ ഒരു ഹദീസ് കാരണത്താൽ തന്നെ അദ്ദേഹം ഉപേക്ഷിക്കപ്പെടുന്നു. വഖാലൽ ബൈഹഖി വഖദ് റുവിയ ഹാദാ അല്ലദി മിൻ വജ്ഹിൻ ആഖർ, വേറെ വജിയിലൂടെ വന്നിട്ടുണ്ട്. അൻ ഖത്താദ റളിയല്ലാഹു അൻഹു മിൻ വജ്ഹിൻ ആഖർ അൻ അനസ് വലൈസ ബിശൈഇൻ അതും ഒന്നല്ല. ഫഹുവ ഹദീസുൻ ബാത്തിലും അതും ബാത്തിലാണ്. വഅബ്ദുല്ലാഹി ഇബ്നു മുഹറർ ദഈഫുൻ മുത്തഫഖുൻ അലാ ദഅഫിഹി. അബ്ദുല്ലാഹി മുഹറർ എന്താകട്ടെ അദ്ദേഹം ഇത്തിഫാഖാണ് അദ്ദേഹത്തിന്റെ ദൗർബല്യത്തിൽ. ഖാലൽ ഹുഫാസു ഹാഫിളീങ്ങൾ ഹുവ മത്റൂഖുൻ. അപ്പോൾ ദുർബലമായ ഒരു കാര്യം ഒന്നാമതായി ഇല്ല എന്ന്, രണ്ടാമത് ദുർബലമായ ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ സഹോദരൻ കൊണ്ടുവന്നിട്ടുള്ളത് ഹദീസുൻ ബാത്തിലുൻ. ഇനി എന്റെ സഹോദരനോട് പറയാനുള്ളത്, ഇവിടെ വ്യക്തമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൊണ്ടും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് കൊണ്ടോ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അസ്ഹാബുൽ കർമ്മങ്ങൾ കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ഈ രീതിയിൽ നിങ്ങൾക്ക് തെളിവ് നൽകാൻ സാധ്യമല്ല. ഇനി ആ ഗുണിന്റെ സഹോദരനോട് പറയുന്നത്, ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞ ഒരു ഉപദേശമാണ്, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത. ആരെങ്കിലും ഒരു ചര്യയെ പിൻപറ്റാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു വന്ന സഹാബികളെ എന്ത് ചെയ്യട്ടെ, നിങ്ങൾ പിന്തുടരുക. ഉലൈക അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാനു ഖൈറ ഹാദിൽ ഉമ്മ. അവരാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അസ്ഹാബികൾ. അവരുടെ വിഷയം അവരാ രീതിയിൽ നിങ്ങൾ പിൻപറ്റുക. ഫതവശബ്ബഹു ബി അഖ്ലാഖിഹിം വതറായിഖിഹിം. അവരുടെ അഖ്ലാഖുകളും തരീഖുകളും ഒക്കെ നിങ്ങൾ പിൻപറ്റുക. അവരെ ഒരിക്കലും സ്വഭാവം നിന്റെ പോലുള്ള ഈ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന സ്വഭാവക്കാരല്ല. ഇനി അവസാന ഭാഗം ചോദ്യം, ഹിജ്റ 500 വരെ മൗലിദിൻ നബി ആഘോഷിക്കാൻ ഒരു വരി, ഹിജ്റ 500ന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു കിതാബ്, ഒരു ഹർഫ്, ഒരു വരി അതിനെപ്പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ മോനൊന്ന് സമർപ്പിക്കും. ഹിജ്റ 500ന്റെ മുന്നേ ഏതെങ്കിലും എത്രയോ ഫിഖിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, എത്രയോ ഉസൂൽ ഫിഖിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, എത്രയോ തഫ്സീർ ഗ്രന്ഥങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു വരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷത്തെ പറ്റി പരാമർശിക്കുന്ന റബീഉൽ അവ്വൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പറയുന്ന ഒരു വരി മോൻ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ മോന് അവസാനമായിട്ട് എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, അത് നിന്റെ ആ ആശയത്തിന്റെ പാപം നമുക്കറിയാം. കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ ഈ നിലകൊള്ളുന്ന ഒരു ആശയം അത് മുബ്തദീങ്ങളുടെ ആശയമാണെന്നുള്ളത് നിങ്ങൾ ആശയ പാപ്പരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെ അവസാനമായി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു തന്ന ആ ഒരു ഉപദേശം എന്താണ്, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന ബിമൻ ഖദ് മാത എന്ന് പറയുന്ന ഉപദേശം മോന് സ്വീകരിക്കുക. അല്ലാഹു തആല നിനക്ക് നാഫിയായ ഇൽമും അതുപോലെ തന്നെ ഹിദായത്ത് നൽകുമാറാകട്ടെ എന്നുകൊണ്ട് ഞാൻ എന്റെ അവസാനിക്കുന്നു. ചോദ്യം മറക്കണ്ട, ഹിജ്റ 500 മുന്നേ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഇതിനെ പറ്റിയുള്ള ഒരു പരാമർശം, മൗലിദാഘോഷത്തെ പറ്റിയുള്ള റബീഉൽ അവ്വൽ കഴിയുന്ന പറ്റിയുള്ള കാര്യത്തിനെ പറ്റി എന്തെങ്കിലും നിനക്ക് തെളിയിക്കാൻ കഴിയുമോ? കഴിയില്ല.
അവസാനം ഭക്ഷണമൊക്കെ നിങ്ങൾ കഴിച്ചോളി, അവസാനമായിട്ട് നമ്മൾ ആയത്ത് ഓതിയിട്ടില്ല എന്ന് പറഞ്ഞ കളവാട്ടോ. നിങ്ങൾ ഒരു 13ാമത്തെ ചോദ്യത്തിന്റെ മറുപടിയിലാന്ന് തോന്നുന്നു, അല്ലെ 12ന്റെ മറുപടിയിൽ ആയത്ത് ഞാൻ ഓതിയിട്ടുണ്ട്, മൂപ്പരതിനെ കുറിച്ച് തൊട്ടിട്ടില്ല. ഞാനും നോക്കിയത് തന്നെ. പിന്നെ നമ്മൾ പറഞ്ഞ ഷാത്തിബിന്റെ ഒരു ഇബാർത്ത് വായിച്ചു. ഞാൻ പറഞ്ഞു അതിന്റെ ഓദ്യൊന്ന് അർത്ഥം വെക്കി, അർത്ഥവും വെച്ചില്ല. അർത്ഥം വെക്കാൻ മൂപ്പരെക്കൊണ്ട് കഴിഞ്ഞില്ല. എന്തേ? നമ്മൾ പറഞ്ഞത് അതിലുള്ള നമുക്കെതിരില്ല. പിന്നെ മൂപ്പരെടുക്ക് കൊണ്ടോ നോക്കിയതോ സ്വലാത്ത് ഒരു നിസ്കാരത്തിന്റെ കഥ. ആ നിസ്കാരത്തിന്റെ കഥ ഏത് ദിവസത്തിലത് നിസ്കരിക്കാൻ പറഞ്ഞത് ഞാൻ ചോദിച്ച്. മിണ്ടില്ല. കാരണം അത് ഓനെതിരായി വരുന്നുണ്ട്, അതും എതിരായി വരുന്നുണ്ട്. പിന്നെ തരീഫായി ഞാൻ ചോദിച്ചത്, തരീഫ് നമ്മൾ കണക്കിന് പറഞ്ഞ് നല്ലോണം ഇരുത്തി പൊരിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ഓരോ ചോദ്യത്തിനും പിന്നെ ഒരു ഹദീസ് കൊണ്ടുവന്നപ്പോൾ അയിമല ആ പോലെ പിടിച്ച് ഇങ്ങനെ വള്ളിട്ട് നോക്കണത്. പക്ഷേ മൗലവി ആ ഹദീസിന് നിങ്ങൾക്ക് പിടുത്തല്ല. കാരണം ഇന്ന റിജാല് സ്വഹീയാന്ന് ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഓല് പറയും. അതേ സ്ഥാനത്ത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹദീസിന്റെ രംഗത്ത് വലിയ പാണ്ഡിത്യമുള്ള ആലിമായ ഹാഫിളാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ സ്വഹീയായിട്ട് കിട്ടിയാച്ചാൽ മതി. അവർക്ക് എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല, എല്ലാവരും സ്വഹീയായിട്ട് കിട്ടണമെന്നില്ല. ഏതെങ്കിലും ഒരാൾക്ക് റിജാലിങ്ങൾ സ്വഹീയായ ഒരു റിവായത്തിലൂടെ കിട്ടിയാൽ തന്നെ അതന്നെ തെളിവാണ്. ഒന്ന്. പിന്നെ പല കിതാബിലും ഇങ്ങനെ പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല, അതിനതൊക്കെ ഞങ്ങൾ അടി കൊടുത്ത് നിങ്ങൾ കണ്ടോ, ഇത് കവിയുള്ള ഇസ്നാദാണ്, നല്ല ഇസ്നാദാണെന്നും അതേപോലെ തന്നെ ഇയാളെ സ്വഹിയാണെന്ന് ഈ തുഹ്ഫ പറഞ്ഞതും അതൊക്കെ ഞങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലൊന്നും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല. പിന്നെ പരിഹാസം പുച്ഛം എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ വെറുതെ പറയുകയാണ്. പരിഹാസവും പുച്ഛമെന്നല്ല, ഞങ്ങൾ ഇതിൻ്റെ അടുക്ക് തോന്നിയാസം ഒന്നും പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിഷയങ്ങൾ എനിക്കുള്ള എൻ്റെ ഒരു ശൈലിയുണ്ട്, ഞാൻ ആ ശൈലിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഞാൻ പ്രസംഗിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് പ്രസംഗിക്കാറുള്ളത്, ഞാൻ സംസാരിക്കുന്ന സമയത്തും അങ്ങനെയാണ് എല്ലാവരോടും സംസാരിക്കാറുള്ളത്. അതേ സംസാര ശൈലിയിലാണ് നിങ്ങളോടും പറഞ്ഞിട്ടുള്ളത്, എൻ്റെ നാടൻ ശൈലിയിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് പുച്ഛമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അങ്ങനെ വെക്കുക എന്നല്ലാണ്ട് അതിൻ്റെയും പുറമെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇവർ പറഞ്ഞ മാതിരി ഇങ്ങനെ കാണാൻ ഹദീസിൻ്റെ കഥ തന്നെ വന്നാൽ എന്താ വരിക? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു സലഫിനും ഖലഫിനും ഒക്കെ എതിരായിട്ട് പറഞ്ഞു, ഏതോ ഒരു മുങ്കറായ ഹദീസ് കൊടുത്തിട്ട് വിധി പറഞ്ഞു എന്നാ അപ്പോൾ വരിക. അപ്പോൾ അതിലും തന്നെ ചിന്തിച്ചാൽ കിട്ടും ഇത് ഇവർ വിചാരിച്ച മാതിരിയിൽ അല്ല എന്നുള്ളത്. ഇവർ ഈ പറയുന്നത് എന്താ? അപ്പോൾ എത്രയോ ഇമാമിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഒരൊറ്റ ദിവസം ഒരു സുന്നത്ത് ഒഴിവാക്കാതെ കറാഹത്ത് ചെയ്യാതെ ജീവിച്ച വലിയ സൂക്ഷ്മശാലികളായ ഇമാം നബവി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദായ അബൂ ശാമ റളിയല്ലാഹു അൻഹു അവരൊക്കെ വിഷയം അംഗീകരിച്ചു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു, ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു, സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅബരി അൽ അവ്വൽ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു, സൈനുദ്ദീൻ മഖ്ദൂം സാനി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു, ഉമർ ഖാദി അംഗീകരിച്ചു. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി എല്ലാ ഇമാമിങ്ങളും ആരും ഒന്നും പറഞ്ഞില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലും ഇതൊരു പ്രശ്നവും കാണുന്നില്ല. അപ്പോൾ പിന്നെ പ്രശ്നം ആർക്ക് മാത്രം? സുഹൈൽ യൂസുഫ് മാത്രം. അപ്പോൾ എൻ്റെ പ്രവർത്തകരെ, അപ്പോൾ നല്ലോണം ഒന്ന് ചിന്തിച്ച് നോക്കി. മുജാഹിദുകൾ എങ്ങളും കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആരെ വയ്യൊക്കെ കൂടുതൽ നല്ലോണം ചിന്തിക്ക്. ആഘോഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സന്തോഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. ആ ആയത്ത് ഓതണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഓതില്ല, കാരണം ഓനിങ്ങനെ തെളിച്ച് കൊണ്ടുപോകണ വൈക്കിഞ്ഞ കിട്ടൂല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഞങ്ങൾ നഫീൻ്റെ ഇല്ല എന്ന വാദക്കാരാണ്, അത് കൊണ്ടുവരണ്ടെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അത് ഓതിയിട്ടില്ല. അതേ സ്ഥാനത്ത് പിന്നീട് 13ാമത്തെ ചോദ്യത്തിൻ്റെ മറുപടിയിലോ അല്ലെ 14ൻ്റെ ആണെന്ന് തോന്നുന്നു ഞാൻ ആയത്ത് ഓതിയിട്ടുണ്ട്. ഓൻ ആ വിഷയത്തെക്കുറിച്ച് ഒന്നും വേണ്ടിയിട്ടുമില്ല, ഒരക്ഷരം അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ ഷാത്തിബിൻ്റെ ഇബാറത്തിട്ട് ഞാൻ ആവർത്തിച്ച് ചോദിച്ചു, അതിൻ്റെ അർത്ഥം വെക്കാൻ അർത്ഥം വെച്ചിട്ടും ഇല്ല. അപ്പം മൊത്തത്തിൽ ആകയാൽ മൂപ്പർ വരുമ്പം തന്നെ ഒരു ഉദ്ദേശം മൂപ്പർക്കുണ്ടായിരുന്നു. സംഭവം ഇപ്പം ആകെപ്പെട്ട എന്താണെന്ന് വെച്ചാൽ